ഇമോഷണൽ സ്റ്റെബിലിറ്റി അതൊരു മൈൻഡ് സെറ്റ് അല്ല, അത് ഹോർമോൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരു 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 പ്രക്രിയയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനെപ്പറ്റി വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ആധികാരികതയുള്ള സ്പീക്കേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു ഡോക്ടറേറ്റ് ഉള്ള, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, റിസർച്ചിലുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മിലു മരിയ ആന്റോ. ഞാൻ ഒരു സെക്കൻഡ് ഒരു ചെറിയ സ്ലൈഡ് നേരത്തെ പോലെ എനിക്കൊന്ന് പ്രസന്റ് ചെയ്യാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇത് പറയാതിരിക്കുമ്പം അത് എന്താ പറയാ, അവരുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ കാണിക്കാത്ത പോലെയോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആണ് ഇത് കണ്ടിട്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാനുണ്ടോ എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ. കാണുന്നുണ്ട്. ഓക്കെ. ഡോക്ടർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, അസോസിയേറ്റ് പ്രൊഫസർ ആണ്, പ്രജ്യോതി നികേതൻ കോളേജ്, പുതുക്കാട്, തൃശ്ശൂര്. ആദ്യത്തെ സ്ലൈഡ് തന്നെ നിങ്ങൾ നോക്കൂ. റാങ്ക് ഹോൾഡർ ഓഫ് BSc ആൻഡ് MSc സൈക്കോളജി. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഡോക്ടറുടെ പാഷൻ എത്രമാത്രം ഈ സബ്ജക്റ്റിനോട് നമുക്ക് അറിയാൻ പറ്റും. ഫോമർ പ്രസിഡന്റ് ഓഫ് IACP. IACP ഇസ് ലൈക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അതിന്റെ തൃശ്ശൂർ ചാപ്റ്ററിന്റെ ഫോമർ പ്രസിഡന്റ് ആണ് ആള്. RCI രജിസ്റ്റേർഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് ക്ലിനിക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിന്റെയാണ്. സോറി, ഞാനത് മറന്നുപോയി അതിന്റെ ഇലാബറേഷൻ. റിസർച്ച് ഗൈഡ് ഇൻ സൈക്കോളജി, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഫോർ വാരിയസ് യൂണിവേഴ്സിറ്റീസ്. അപ്പൊ അക്കാഡമിക്കുമായിട്ടുള്ള ആളുടെ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. എക്സാമിനേഷൻ ചെയർമാൻ BSc സൈക്കോളജി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫ്രം 2019 ഓൺവേർഡ്സ്. എക്സാമിനേഷൻ ചെയർമാൻ ഫോർ MSc ക്ലിനിക്കൽ സൈക്കോളജി, യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ഫ്രം 2020 ഓൺവേർഡ്സ്. അപ്പം ഈ പഠിച്ചു വരുന്ന എല്ലാ സൈക്കോളജിസ്റ്റിന്റെയും ഗുരുവാണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഇന്നത്തെ സബ്ജക്ട് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് മെനപ്പോസ്. അപ്പം മറ്റേ ഡോക്ടർ പറയാൻ മാറ്റി വെച്ച കാര്യങ്ങൾ, ഇവിടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അത് വളരെ എന്താ പറയുക ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡോക്ടർക്ക് ഞാനിത് കൈമാറുന്നതിന് മുന്നേ പേഴ്സണലി ഞാൻ ഡോക്ടറെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഫാമിലിനെ പറ്റി ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്കൊരു വലിയൊരു എനിക്കല്ല, ത്രൂ അവർ ചെയർമാൻ വലിയൊരു മെസ്സേജ് ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ദ ഹോൾ ഫാമിലി ഷീ എക്സ്പ്ലെയിൻ. ഞാൻ എന്തായാലും ചുരുക്കി പറയാം. ഡോക്ടറുടെ 3 പെൺകുട്ടികളാണ്. ഡോക്ടർ ഇപ്പോഴും ഒരു ബിസി മദറാണ്. മൂത്ത മോള് BDS പഠിക്കുകയാണ്. ഹസ്ബൻഡ് ഒരു ഡെന്റിസ്റ്റ് ആണ്. അപ്പം അച്ഛന്റെ റോളിലാണ്, എന്താ പറയാ, വേയിലാണ് മോള് പോകുന്നത്. രണ്ടാമത്തെ ആള് എന്റെ മോന്റെ പോലെ തന്നെ ഇപ്പൊ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ചെറിയ ആള് വളരെ ചെറുതാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ACDCM നമ്മളെ പോലെയൊക്കെ ഡോക്ടർ നമുക്ക് വേണ്ടി ഇത്രയും സമയം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഓവർ ടു യു ഡോക്ടർ. ഹലോ, താങ്ക് യു റസീന ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഞാൻ മെസ്പയുടെ എല്ലാ ഓർഗനൈസേഴ്സിനും, എസ്പെഷ്യലി അബ്ദുൽ അസീസ് സാറാണ് എന്നെ അതിനെ ഇൻവൈറ്റ് ചെയ്തത്. എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇൻട്രൊഡക്ഷനൊക്കെ കേട്ടപ്പം. വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ഒപ്പം തന്നെ വരാൻ പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഷുവറായിട്ടും ഓഫർ ചെയ്യുന്നു. വളരെ നല്ല കാര്യം. നേരത്തെ ഡോക്ടർ ശോഭന പറഞ്ഞ പോലെ തന്നെ വളരെ ഞാനും അങ്ങനെ മെനപ്പോസ് എന്നുള്ളൊരു ഇത്രയും വർഷം നമ്മൾ കുറെ ടോക്കിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരും മെനപ്പോസിനെ പറ്റി സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടില്ല, അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു റിസർച്ചുകൾ കുറെ നടക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡാറ്റ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു കൺക്ലൂഷൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് റിസർച്ച് ഗ്യാപ്പുള്ള ഒരു ഏരിയ ആണ്. മേ ബി നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ കുട്ടികൾ റിസർച്ചിന് എടുക്കുന്നുണ്ടെങ്കിലും അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കുറേ റിസർച്ചുകൾ നമുക്ക് അവൈലബിൾ അല്ല. സ്റ്റിൽ എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. കാരണം ഇതിനകത്ത് നീഡ് ഓഫ് ദ അവർ എന്ന് വേണമെങ്കിൽ പറയാം മെനപ്പോസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ഞാൻ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ, ഞാൻ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് പ്രസൻറ്റേഷനിലേക്ക് പോവാം നമുക്ക്. യെസ്, ഞാൻ അതിൻ്റെ ഹെഡിങ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. പ്രയോറിറ്റൈസിങ് മെൻ്റൽ ഹെൽത്ത്, മെനപ്പോസ് ആൻഡ് ബിയോണ്ട് എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്.
നമുക്കറിയാം ഇതിന്റെ 4 സ്റ്റേജസിനെ പറ്റി ഡോക്ടർ സംസാരിച്ചിരുന്നു. അതിന്റെ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള രൂപമാറ്റങ്ങൾ തന്നെ ഒന്ന് നോക്കുക നമ്മൾ. ഇതൊക്കെ ഒരുപാട് കൺസേൺസ് ഉള്ള സംഭവമാണല്ലോ അല്ലേ. അപ്പം ഈ പ്രീ മെനപ്പോസ് ഒരു യൂഷ്വൽ ടൈമാണ്. അത് കഴിഞ്ഞ് പെരി മെനപ്പോസ് ആകുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങും. ശാരീരികമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അതിന്റെ മാനസികമായ തലങ്ങൾ വളരെ അൺനോൺ ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഉള്ള പീരീഡുകളാണ് ഈ പറയുന്ന സംഭവം. ഡ്യൂറിങ് മെനപ്പോസ്, പ്രീ മെനപ്പോസ് അല്ലെങ്കിൽ പെരി മെനപ്പോസ് എന്ന് പറയുന്ന കാലഘട്ടം ഒക്കെ വളരെ അൺസർട്ടനിറ്റി ഉള്ള കാലഘട്ടമാണ്. പലപ്പോഴും ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയില്ല. പലപ്പോഴും വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നു, കുട്ടികളായിട്ട് യോജിക്കുന്നില്ല. എന്താ പ്രശ്നം? കമ്മ്യൂണിക്കേഷൻ എററാണോ, അതോ ഇനി എൻ്റെ പ്രശ്നമാണോ, ഞാൻ നോക്കിക്കാണുന്നതിൻ്റെ പ്രശ്നങ്ങളാണോ, എൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണോ, എൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണോ? 100 ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഒരു അൺസർട്ടനിറ്റിയാണ്. ഞാനിത് കടന്നുപോയൊരു ഒരു പുസ്തകത്തിൽ പറയുന്നത് പോലെ മേരി ഹോവർ എഴുതിയിട്ടുള്ള ഒരു ന്യൂ മെനപ്പോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഈ അൺസർട്ടനിറ്റിനെ പറ്റി കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിസിക്കൽ ആസ്പെക്ട് സംസാരിക്കുന്നത് പോലെ തന്നെ അതിന്റെ അൺസർട്ടനിറ്റീസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജുകൾ ഇതൊരു ഇന്നവിറ്റബിൾ പാർട്ടാണ്, ലൈഫിൽ ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ്. ഈ സ്റ്റേജിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ കുറച്ച് പുരുഷന്മാരോട് ഞാൻ ചോദിച്ചു. അതായത് മെനപ്പോസിന് അടുത്തിരിക്കുന്ന ഒരു ഭാര്യയാണെന്ന് സങ്കല്പിച്ചിട്ടുള്ള ആൾക്കാരുടെ പുരുഷന്മാരുടെ വെറുതെ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, വളരെ ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിച്ചു, എന്തായിരിക്കും മെനപ്പോസ്, എന്തായിരിക്കും? അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ടെർമിനോളജീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇറിറ്റബിൾ, ഭയങ്കര മൂഡ് സ്വിങ് ആണ്. ഓക്കെ. പിന്നെ ഭയങ്കര ഗ്ലൂമിയാണ്. ഒന്ന് പറയുമ്പോൾ ഇന്ന് എടുക്കുന്ന മീനിങ് അല്ല, നാളെ വേറെ മീനിങ് ആയി പോവാണ്. ഓക്കെ, ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇന്ന് സെയിം സംഭവം ഞാൻ പറഞ്ഞത്, പക്ഷെ വേറെ മീനിങ് മാറിപ്പോയി. ഇന്ന് വേറെ രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആങ്സൈറ്റികൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് ലോഡുകളൊക്കെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൂടുന്നു. എന്നെ ആർക്കും വേണ്ടാന്നുള്ള ചിന്തകളെ പറ്റി പറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് ആകത്തുകയായിട്ട് പുരുഷന്മാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇതൊരു മെനപ്പോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോഴും ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു പോളിസി മേക്കിങ്ങിന് തന്നെ ഹെൽപ്ഫുൾ ആവട്ടെ നിങ്ങളുടെ ഈ ഒരു അറ്റംപ്റ്റ് എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം ഇത് ഇപ്പോഴും അറിയില്ല. നമ്മൾ ഒരു പ്രഗ്നൻസിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോഴും അവിടെ പുരുഷന്മാരെ ആബ്സെന്റ് ആണ് കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്തുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും ഈ മെനപ്പോസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർക്കിളിലൊന്നും അധികം സംസാരത്തിന് വിധേയമാകാത്ത ഒരു വിഷയമാണ്. സെക്കൻഡ്, ഈ മെനപ്പോസൽ ട്രാൻസിഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നമ്മളുടെ അപ്പിയറൻസിനെയും വെയിറ്റ് ഗെയിനിനെയും ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ബാധിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു കൺസേൺ തന്നെയാണ്. കാരണം നോക്കുക, നമ്മളുടെ വളരെ പ്രമുഖനായിട്ടുള്ള സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ, കാൾ യുങ് പറയുന്നത് പോലെ, അദ്ദേഹം ഒരു സൈക്കോ ഡൈനാമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്ന പോലെ മിഡിൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു 1 സെക്കൻഡ്, ഒരു നമ്മുടെ ലൈഫിൽ ഒരു ആഫ്റ്റർനൂൺ സെഷൻ പോലെയാണ്. കാരണം ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ഒക്കെ ഇച്ചിരി മങ്ങി അല്ലേ, കുറച്ച് ഡിം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ആ പീരിയഡ് ഒരു ഏർലി അഡൽട്ട്ഹുഡിനെയും അഡോളസെന്റിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് തന്നെയാണ് അവർ തന്നെ പറയുന്നുണ്ട് പഠനങ്ങളിൽ. എറിക് എറിക്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സൈക്കോ ഡൈനാമിസ്റ്റുമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്റ്റേജ് തിയറിയുടെ ഒരാളാണ്. കാരണം ലൈഫ് സ്റ്റേജസിനെ പറ്റി വ്യക്തമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ എന്താണ്, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ, അങ്ങനെ ഓരോ സ്റ്റേജിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എറിക്സൺ പറയുന്നു മിഡിൽ ലൈഫ് എന്ന് പറയുന്നത് അവിടെയുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റുകളുടെ ഒരു കാലഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ്. സെൽഫ് അബ്സോർപ്ഷൻ എന്നുള്ള അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ സെൽഫ് അബ്സോർപ്ഷൻ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണത്? പലരും നമ്മുടെ ലൈഫിൽ കുറേ മുന്നിലോട്ട് ഓടിയിട്ട് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റീവ് സൈഡിലേക്ക് എത്തുന്നൊരു സമയമാണത്. നമുക്ക് കുറച്ചും കൂടെയൊക്കെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രായം ഒക്കെയാണ്. പക്ഷെ ചിലർ അത് വേണ്ട രീതിയിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്തില്ല, ഞാൻ ഒന്നും അല്ലായിരുന്നു, എനിക്ക് ജോലി ഇല്ലായിരുന്നു, മറ്റുള്ളവരെ നോക്കുക അവരൊക്കെ ഹാപ്പിയാണ്, എനിക്ക് ജോലി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയില്ല, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് സ്ഥാപിക്കാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ നല്ല കോൺട്രിബ്യൂഷൻസ് എനിക്ക് സൊസൈറ്റിയിലേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ച് സെൽഫ് അബ്സോർബ്ഡ് ആവാൻ സാധ്യതയുമുള്ള ഒരു പീരീഡാണെന്ന് പറയുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ഇതിൻ്റെ ഒരു കാലഘട്ടം
എപ്പോഴാണ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു പോളും കൂടെ നടത്തിക്കുക, എപ്പോഴായി മെനപ്പോസിന്റെ ടൈം എന്ന് ചോദിച്ചു നോക്കുക. പബ്ലിക്കിന് ആർക്കും അറിയില്ല എന്താ ഈ സംഭവം എന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിലേക്ക് നമുക്കിനി കടന്നു നോക്കാം ഡയറക്റ്റ് ആയിട്ട്. ഇതിന്റെ സിംറ്റംസ് എന്താ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഞാൻ പറയുന്ന സംഭവങ്ങൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങൾ കാണാവൂ. കാരണം ഓരോരുത്തർക്കും ഇത് ഓരോ സിംറ്റം ഞാൻ പറയുമ്പോഴേ, സാധാരണ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാധാരണ വ്യക്തികൾ പറയുമല്ലോ, ചിലരും എൻ്റെ മുഖത്തേക്ക് നോക്കാറില്ല. കാരണം വെച്ചാൽ മുഖത്ത് നോക്കിയാൽ ഞാൻ എല്ലാം മനസ്സിലാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില പിള്ളേർക്ക് ഇങ്ങനെ ഇരിക്കണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, പിന്നീട് മനസ്സിലാവും കുഴപ്പമില്ല എന്ന്. പക്ഷേ നമ്മുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയാലോ എന്നൊക്കെയുള്ള ചിന്ത ഉള്ള ഒരു കൂട്ടരാണ് ഞങ്ങളെന്നാണ് വെപ്പ്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മള് പിന്നെ അത് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾക്കാർ, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ടല്ലോ, ഈ രോഗങ്ങളെല്ലാം എനിക്കുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം കൂടിയുള്ള ഒരു കൂട്ടരാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഉപരിപഠനം നടന്നിട്ടുള്ളത് കർണാടകയിലാണ്. അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടാണ് അവർ ചിന്താഗതികൾ. പക്ഷെ പലപ്പോഴും മലയാളികളോട് പറയുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്, ഒരു മെയിലാണ്. ഇദ്ദേഹം ഞങ്ങൾ റൗണ്ട്സിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൺസൾട്ടന്റ് ചോദിച്ചു, ഓക്കെ മലയാളി പേഷ്യൻ്റാ, അപ്പോൾ ഒന്ന് അവരുടെ സിംറ്റം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. ഡിപ്രഷനാണ് പേഷ്യൻറ്റിൻ്റെ കേസ്. അപ്പോൾ പേഷ്യൻറ്റിനോട് സിംറ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? ഡിപ്രഷൻ ഉള്ള ഒരാൾ സാധാരണ രീതിയിൽ എന്ത് പറയുന്നത് നിങ്ങൾ കരുതുന്നത്? ഓ എനിക്കിപ്പോൾ മനസ്സിന് സന്തോഷമൊന്നുമില്ല, ശരിയായിട്ടില്ല, ഒരു എന്തോ ഒരു എനർജി ഇല്ല, എപ്പോഴും കരയണം എന്നുള്ള ചിന്തകളോ അങ്ങനെയൊക്കെ പറയാം അല്ലേ. ഒരു മലയാളി ഇദ്ദേഹത്തിന്റെ സിംറ്റം ഡിസ്ക്രിപ്ഷൻ കേട്ടോളൂ. എൻ്റെ കണ്ണിന്റെ മുൻപിൽ ഒരു കറുത്ത മൂട് പടലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സിംറ്റം കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഓവർലോഡഡ് ആണ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാം, പല സ്ഥലത്തും വായിച്ച് പല ആരോഗ്യമാസികകളും വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡിപ്രഷന്റെ സിംറ്റം പനി, ജലദോഷം, ശരീരത്തിന് സുഖമില്ലായ്മ, ഇതൊക്കെ ഒരു ജലദോഷം പനിയുടെ അവസ്ഥകളാണല്ലോ. ഇതൊക്കെ ഡിപ്രഷന്റെ ആരോഗ്യമാസികയിൽ എഴുതി വെച്ചാൽ അത്രയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനും ഇത്തരം സംഭവങ്ങളാണ്. അപ്പൊ ആരും കരുതരുതെല്ലാം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ രോഗിയാന്ന് കരുതാനല്ല ഇത് പറയുന്നത്. ഇതെല്ലാം ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള പുറത്തൊരു വലിയ ടീം ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ പറയുന്ന ഏകദേശം സിംറ്റംസ് നമ്മൾ കൂടുതൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഇതാ, ഞാനിത് ഈ ഒരു പിക്ചർ ഇടാൻ കാരണം ഇത് എനിക്ക് ഒരു ജനറേറ്റഡ് പിക്ചർ ആണെങ്കിലും എൻ്റെ അമ്മേനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ഓക്കെ, എൻ്റെ അമ്മ എൻ്റെ പ്രായത്തിൽ, ഞാനിപ്പം 40കളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, എൻ്റെ അമ്മ എൻ്റെ പ്രായത്തിൽ ഇങ്ങനെയല്ലായിരുന്നു. ഓക്കെ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവരുടെ അപ്പിയറൻസും അവരുടെ വേ ഓഫ് എന്താ പറയുക, അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലും. അല്ലെങ്കിൽ ടീച്ചറായിരുന്നെങ്കിലും ഞാൻ പറയണു അവരുടെ അപ്പിയറൻസ്, അവരുടെ ഒരു മൊത്തത്തിൽ ഓവറോൾ കാണുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. കുറേയും കൂടെ മെച്ചുറായിട്ടുള്ള വയസ്സിനേക്കാളും കുറച്ചും കൂടെ തോന്നിക്കുന്ന ഒരു രൂപവും ഭാവമാണ് 30 വർഷങ്ങൾക്ക് മുൻപൊക്കെ സ്ത്രീകളെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ ഇതിൽ മുടി നരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മുഖത്തുള്ള പ്രസരിപ്പും സംഭവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പലരും കണ്ടാൽ തിരിച്ചറിയില്ല, നമ്മൾ 40കളിലാണോ പോകുന്നത് 50കളിലാണോ പോകുന്നത് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം. അപ്പം നമ്മൾ കൺസേൺഡ് ആണ്, നമുക്ക് അറിവുണ്ട് അതിനെ പറ്റിയിട്ട്. ഇനി നമുക്കറിയാം ഈ മെനപ്പോസ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ലല്ലോ, ഒരു ഡിസീസ് അല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് രോഗമാണെന്ന് കരുതി ആരും കേൾക്കരുത്. ഇതൊരു ഡിസീസ് അല്ല, ഇത് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഒരു നോർമൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതിൽ നമുക്ക് ഒരു ഏജിങ് എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഏജിങ് എന്നുള്ള നോർമലായ സംഭവമാണ്, അതിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് മാത്രമായിട്ട് അതിനെ കാണാവൂ. കാരണം നേരത്തെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈസ്ട്രജൻ്റെ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലെ ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു, സെക്ഷുവാലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചുകളുടെ കാലഘട്ടമായിട്ട് മാത്രം എടുക്കാം. അപ്പോൾ അതിൽ ഈസ്ട്രജൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമുക്കറിയാലോ, ഇത് നോക്കിയാൽ മെനപ്പോസ് വരുമ്പോഴത്തേക്കും ഈസ്ട്രജൻ്റെ അളവ് വളരെ അങ്ങോട്ട് താഴ്ന്നു പോയി അല്ലേ, ഡ്രാസ്റ്റിക്കലി അങ്ങോട്ട് ഡ്രമാറ്റിക്കലി അങ്ങോട്ട് താഴ്ന്നു പോയി. മൂന്നാമത്തെ പിക്ചറിൽ നോക്കുക. നാലാമത്തെ പോസ്റ്റ് മെനപ്പോസ് എന്ന് പറയുമ്പോൾ കൺസിഡറബിളി ലോ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ എവിടെ നമുക്ക് ഉള്ളൂ. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് മെനപ്പോസൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പലപ്പോഴും 40കൾ കടന്ന പല സ്ത്രീകളും പറയാറുണ്ട്, ചിലപ്പോൾ ഒരു ഏർലി മെനപ്പോസിന്റെ സൈനായിട്ടും ഇതുണ്ടാവാം, മെനപ്പോസൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന സംഭവം. അതായത് ഈ ടേം പറയുന്നത് എന്താണെന്ന് പറയുക, ഡിഫിക്കൽട്ടീസ് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറിയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അടുക്കളയിൽ നിന്ന് അകത്ത് പോയിട്ട് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നുപോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ ആലോചിക്കണം, ഞാനിപ്പോൾ എന്തിനാ അങ്ങോട്ട് വന്നേ, ഇനി തിരിച്ച് അടുക്കളയിൽ പോയിട്ട് അതേ സ്ഥലത്തൊക്കെ നിന്ന് ആലോചിച്ച് അല്ലേ, കഷ്ടപ്പെട്ടിട്ട് വേണം ഇത് എന്താ സംഭവം എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം തിരിച്ചു പോയിട്ട്, അപ്പോഴും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല.
ചിലർക്ക് അത് വളരെ സിവിയർ ആണ്, ചിലർക്ക് പക്ഷേ ചില എന്താ പറയുക തിരിച്ചുപോയി അടുക്കളയിൽ പോയിട്ട് ചില ക്യൂസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഞാനപ്പോൾ അതേ സ്ഥലത്ത് പോയി നിന്നിട്ട് ഞാൻ എവിടെ വന്നിട്ട് ആലോചിച്ചാൽ എന്ത് സാധനം തൊട്ടപ്പോഴും ആലോചിച്ചെന്നൊക്കെ ആലോചിക്കുമ്പോൾ പക്ഷേ തിരിച്ചു വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാതെ വയ്യ. കാരണം ഇത് ഞാനൊരു 20 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് പറയുകയാണെങ്കിൽ, അത്രയും വേണ്ട, ഒരു 2019 മുൻപ് പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം സോഷ്യൽ മീഡിയയുടെയോ ഗാഡ്ജറ്റ്സിൻ്റെയോ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ഗാഡ്ജറ്റും സംഭവങ്ങളും ഈ സ്ക്രോളിങ്ങും പരിപാടികളായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതും വളരെ നെഗറ്റീവായിട്ട് അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ മെനപ്പോസിന്റെ പ്രശ്നമായിട്ടും ബ്രെയിൻ ഫോഗിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നോർമലാണ് മെനപ്പോസിൽ. പക്ഷെ സ്റ്റിൽ ഇതിന്റെ ഒരു മാനേജ്മെന്റ് ഞാൻ പലർക്കും കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, ആദ്യം ഒന്ന് ചെയ്യൂ, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഹൈജീൻ നമുക്കൊന്ന് പാലിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യാസം ആൾക്കാരിൽ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയൊരു മറവി രോഗിക്കാരിയായി പോയി. ഞാനിനി എന്താ പറയുക മറ്റ് രോഗം വന്ന് ഇനിയിപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ആ ടെൻഷൻ കയറിയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ മറക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇത് തുറന്ന് പറയാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ അതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ചില സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൊർഗെറ്റ്ഫുൾനെസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചില പേരുകൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ആദ്യത്തെ വേർഡ് ഓർമ്മയുണ്ട്, ചിലപ്പോൾ പേരിന്റെ മീനിങ് ഓർമ്മയുണ്ടാവും നമുക്ക്. ഈ കുട്ടിയുടെ പേര് ഇങ്ങനെ ഒരു എന്താ പൂവുമായി ബന്ധപ്പെട്ടൊരു പേരാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്താൽ എനിക്ക് പേര് കിട്ടുന്നില്ല. അതല്ലെങ്കിൽ ചില ബർത്ത്ഡേയ്സ് മറന്നുപോയി, ചില അപ്പോയിൻമെന്റ്സ് മറന്നുപോയി, ടൈം മറന്നുപോയി, അങ്ങനത്തെ എല്ലാ അവസ്ഥകളുണ്ടാവാം. അതുപോലെ നമ്മുടെ അറ്റൻഷൻ്റെ സ്പാൻ വളരെ കുറയാം, നമുക്കൊരു കാര്യത്തിൽ ഏകാഗ്രത കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായി തീരുന്നു. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ചില സെൻറ്റൻസുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ നിന്ന് കട്ടായി പോകുന്നു, കിട്ടുന്നില്ല, ബാക്കി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ എവിടെ നിർത്തിയ എന്താണെന്നുള്ളത് ഓർമ്മയില്ലാതെ വരിക. അതുപോലെ ബാക്കിയുള്ള നമുക്ക് കാര്യങ്ങൾ എടുത്ത് ചെയ്യാനുള്ള മോട്ടിവേഷൻ്റെ കുറവ്, അതുപോലെ തന്നെ ലെത്താർജി മീൻസ് ഒരു ആരോഗ്യമില്ല, ഒരു 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 കാര്യങ്ങൾ എടുത്ത് ചെയ്യാനുള്ള ഒരു സന്തോഷവും ആരോഗ്യവും ഇല്ലാത്ത പോലത്തെ അവസ്ഥകൾ ഫീൽ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെനപ്പോസിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രീ മെനപ്പോസ് മുതലുള്ള സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു സൈക്കോളജിക്കൽ വൾണറബിലിറ്റി ഉണ്ട് ഇതിലേക്ക്, അതായത് മാനസിക പ്രശ്നങ്ങളിലേക്ക്. കാരണം നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൂഡ് ഡിസോർഡേഴ്സോ ആങ്സൈറ്റി പോലെയുള്ള ഡിസോർഡേഴ്സോ ഉണ്ടായിരുന്നവരാണെങ്കിൽ അത് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചിലർ ട്രീറ്റ്മെൻറ്റ് എടുത്തവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് അഡോളസെൻറ്റ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലർക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം കൈൻഡ് ഓഫ് അങ്ങനത്തെ പിക്ചേഴ്സ് ഉള്ളവരായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മെനപ്പോസിൻ്റെ സമയത്ത് ഈ പറഞ്ഞ മൂഡ് ഡിസോർഡറിലേക്ക് അത് വൾണറബിൾ ആവാൻ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യതകൾ കുറച്ചും കൂടെ ഹൈ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, മെനപ്പോസിനോട് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, എനിക്ക് അങ്ങനെ വയസ്സാവാനൊന്നും പറ്റില്ല, എനിക്കത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന സംഭവമല്ലല്ലോ അല്ലേ. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ ടീച്ചർക്ക് പിന്നെ അത്ര പ്രായമായല്ലോ, എന്താ പറയുക, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. ഇപ്പം നമ്മൾ ആ ഏജായി, അപ്പോൾ നമ്മളത് അംഗീകരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം. വളരെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ കുറച്ചും കൂടെ വളറബിളായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഇവൻറ്റ്സ്, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അടുക്കുന്നു, അതേസമയം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ സ്പൗസ് നമുക്ക് നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും വളരെ വലിയ ജീവിതത്തിൽ വലിയ ചേഞ്ചുകൾ ഉണ്ടാവുന്നു, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവരുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങൾ, അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഞാൻ പറയുന്നത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ വ്യവസ്ഥിതിയിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോയി താമസിക്കുന്നതിന് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഫാമിലിയുടെ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകും, പലരും ന്യൂക്ലിയർ ഫാമിലീസാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റംസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ലൈഫ് സ്റ്റേജ് നോക്കൂ കേട്ടോ. വീട്ടിൽ ഉള്ളത് ഒരു വികൃതി പിടിച്ച ഒരു അഡോളസെന്റ്, ഓക്കെ, അപ്പൊ തലച്ചോറ് വളരെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡോളസെന്റ് കുട്ടി അല്ലേ. ഞാനാണെങ്കിൽ എൻ്റെ മെനപ്പോസോ അല്ലെങ്കിൽ പ്രീ മെനപ്പോസോ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 40കളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതേസമയം തന്നെ വീട്ടിൽ ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ. ഈ 3 ഘടകങ്ങളെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് വലിയൊരു പണിയാണ്. ഇങ്ങനത്തെ ഒരു വലിയ ക്രൗഡ് ഉണ്ട് നമുക്കിവിടെ. പലപ്പോഴും അവർ വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഇവിടെയെല്ലാം വളരെ നോർമലായിട്ട് ആക്ട് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആരെയാണ്? സ്ത്രീകൾ അല്ലേ.
ആ സ്ത്രീ കുടുംബത്തിന്റെ എന്താ പറയാ ദീപമാണ് എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത ടെർമിനോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് പുഷ്പിച്ച് പൊലിപ്പിച്ച് നമ്മളോട് പറയും നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഞാൻ എങ്ങനെ ഇരിക്കും അല്ലെ? എന്റെ മനസ്സും ശരീരമൊക്കെ അടക്കി ഞാൻ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് കാണിച്ച് കളിച്ച് ചിരിച്ചിരിക്കണം അല്ലെ? എത്ര വലിയ സ്ട്രഗിളാന്ന് നോക്കും. ഇതും തുറന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. വീട്ടിലെ കുട്ടിയോട് പറയാൻ പറ്റുമോ? വയസ്സായ പാരൻസിനോട് പറയാൻ പറ്റുമോ? ഇനി ഇതൊക്കെ കേട്ട് കടന്നു വരുന്ന ഭർത്താവ് തുടങ്ങി അല്ലേ? തുടങ്ങി ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ആ മിണ്ടാതിരിക്കുമ്പോൾ ഇരട്ടി നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ? അപ്പൊ ഭർത്താവ് പറയണ ഞാൻ മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യുദ്ധകളമായി മാറും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കണേ. അപ്പൊ മിണ്ടാതിരുന്ന പ്രശ്നം, മിണ്ടിയ പ്രശ്നം. അപ്പൊ ഇവിടെ ആരെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. റീസെന്റ് എനിക്കൊരു ഒരു ഒരു കുട്ടി സ്റ്റുഡൻ്റ് അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളുടെ വീട്ടിൽ അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വീട്ടിൽ ആകെ മൊത്തം പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. അപ്പൊ മാം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ, ഞാൻ എങ്ങനെയെങ്കിലും പാരന്റ്സിനെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പാരന്റ്സിനെയും കൂട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവൾക്ക് മുകളിൽ രണ്ട് കുട്ടികളുണ്ട്. അപ്പം ഇവള് പറഞ്ഞ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഈ കുടുംബത്തിന്റെ മുഴുവൻ ഇമോഷണൽ ബാലൻസും കിടക്കണം എൻ്റെ മേത്താ കിടക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ശരിയാക്കി തരണം. അപ്പൊ എന്താ സംഭവം ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അവളുടെ അമ്മയുണ്ട്. അമ്മ ഒരു 52കളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഫാദർ ഉണ്ട്, ഒരു 56കളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരെന്ന് വെച്ചാൽ ഇവര് അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ള, വളരെ നല്ലൊരു ഏബിൾ ആയിട്ടുള്ള സ്ത്രീയാണ്. അവര് ജീവിതത്തിൽ പല സംഭവങ്ങളും ഫേസ് ചെയ്ത് വീട്ടിൽ ദാരിദ്ര്യവും ഒക്കെ ഫേസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അവരങ്ങനെ വീടിനെ ഡെവലപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ നേടി അങ്ങനെ ഒരു ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ ഈ കുടുംബം ഇപ്പൊ ബാലൻസ്ഡ് ആയിട്ട് പോവാണ്. പക്ഷെ ഇവരിപ്പൊ ഒരു പ്രശ്നമുള്ളൂ, 52കളിൽ എത്തി എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി വീട്ടിൽ വേറെ ഫാദർ ഉണ്ട്, ഒരു അക്ഷരം വേണ്ടില്ല. ഓക്കെ, കുട്ടികളോട് പറയില്ല, ഒരു കറക്ഷനും പറയില്ല, ഒന്നും വേണ്ടില്ല. അവരുണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഓക്കെ, ഇതാണ് പ്രശ്നം. പക്ഷെ ഇവര് തമ്മിൽ തല്ലുകൂടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുഴുവൻ ഇമോഷണൽ ബാധ്യതയും ഇടുന്നത് മോളെ നീ അച്ഛനോട് പറയൂ. ഇതിന്റെ ഏജന്റായിട്ട് നിൽക്കേണ്ടത് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം പിണക്കങ്ങള് ആഴ്ചകളോളം നീളുന്നു, ദിവസങ്ങളോളം നീളുന്നു, ഫ്രീക്വൻസി കൂടുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഒന്ന് എങ്ങനെയും മാറ്റിത്താ. വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് ഈ മെനപ്പോസ് എന്നുള്ള സംഭവത്തിനെ പറ്റി അറിയാമോ? ഇല്ല, രണ്ടുപേർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ ഇവളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച പിന്നെ നാഗവല്ലി പരിവാണ്, പിന്നെ അതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല. അപ്പൊ ഇവര് പറയാണ് എന്നോടൊന്ന് പറഞ്ഞു തന്നാ മതി ആ സമയത്ത്. അപ്പൊ അയാൾ പറയും പറയാൻ അല്ലല്ലേ പ്രശ്നം അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ പലപ്പോഴും ഇത് അറിയാത്തത് കൊണ്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് കമ്മ്യൂണിറ്റിയിൽ. ഇത് എന്താ സംഭവിക്കണേ എന്നുള്ളത് അറിയാത്തത് കൊണ്ട്. പിന്നെ ഈ ഓവർ എക്സ്പെക്ടേഷൻ ആണ്. സ്ത്രീകൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം, ചിരിച്ച് കളിച്ചിരിക്കണം, പൂമുഖ വാതിൽക്കൽ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു വലിയ ഓവർ ബേർഡനായിട്ട് മാറുന്ന അവസ്ഥകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞു ലൈഫ് ഇവന്റ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി പേഴ്സണാലിറ്റി, ചില ആൾക്കാരെ വ്യക്തിത്വമേ അങ്ങനെയാണ്. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഒരു തിരിഞ്ഞു നിന്നിട്ടേ നമ്മൾ കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ടിരുന്നിട്ട് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട്, എസ്പെഷ്യലി സ്ത്രീകളെ ഒന്ന് ഇരുന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അഡോളസെന്റ് പീരീഡിൽ ഞാൻ വളരെ വേവർ ചെയ്തിരുന്ന ഒരാളാണോ? ഞാൻ വളരെ അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നോ? ഞാൻ വളരെ എന്താ പറയുക, ഒരുപാട് എന്താ പറയുക, എനിക്ക് ശാരീരികമായിട്ട് അറ്റൻഷൻ കിട്ടാനായിട്ടായിരിക്കും പലപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണോ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളാണോ? ഇറിറ്റബിൾ ആയിരുന്നോ ഞാൻ? അതോ ഞാൻ ഹാപ്പി ആയിരുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറഞ്ഞപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലുള്ളതല്ല, വേറൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കൊച്ചിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ് വന്നിട്ടുണ്ട്, ഗ്രാൻഡ് മദർ വന്നിട്ടുണ്ട്, രണ്ട് പാരന്റ്സ് വന്നിട്ടുണ്ട്. പാരന്റ്സ് ഇരുന്ന് വാ തോരാതെ കുട്ടികളുടെ പ്രശ്നം പറയാൻ പാരന്റ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടി അങ്ങനെയാണ്, കുട്ടിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, മൊബൈൽ താഴ്ത്ത് വെക്കാറില്ല, ദേഷ്യമാണ്, തലകുത്തി മറിഞ്ഞ് കരയും, പറയണതൊന്നും കേൾക്കില്ല, അനുസരണയില്ല, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ കുട്ടി ചെറുതാ, കുട്ടി അടങ്ങിയിരിക്കണില്ല. അതെനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ റൂമിൽ വന്ന് 10 സെക്കൻഡ് കൊണ്ട് ആ റൂം 2, 3, 4 റൂമായി മാറി. അപ്പൊ അതുകൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗ്രാൻഡ് മദർ ഒന്നും സംസാരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പാരന്റ്സിനെ പുറത്തിറക്കിയിട്ട് ഗ്രാൻഡ് മദറിനോട് സംസാരിച്ചു, എന്താ വീട്ടിൽ സംഭവിക്കണത്? അപ്പൊ ഗ്രാൻഡ് മദർ പറയാ, അതെ ഈ കൊച്ചൊക്കെ എന്തോരം ഭേദാന്നറിയാം, എൻ്റെ മോളാ പുറത്തിരിക്കണം, അവളുടെ ചെറുപ്പത്തിൽ എന്തായിരുന്നു എന്നറിയോ, ഇതിന്റെ 4 മടങ്ങായിരുന്നു. കഴിഞ്ഞോ എല്ലാം അല്ലേ? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ അഡോളസെന്റ് പീരിയഡ്, നമ്മുടെ ഒരു ഏർലി അഡൾട്ട്ഹുഡ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നോ? അല്ലെങ്കിൽ ചില പേഴ്സണാലിറ്റി ട്രേറ്റുകൾ നിങ്ങൾക്കുണ്ട്, അത് ചിലപ്പോൾ ഈ സമയങ്ങളിൽ കൂടുതൽ റിഫ്ലക്ട് ചെയ്തേക്കാം. നമ്മൾ ഉപയോഗിച്ചിരുന്ന കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്താ? സ്ട്രെസ് വരുമ്പോൾ, ആങ്സൈറ്റി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വഴികൾ എന്താ? അത് വ്യക്തതയുള്ളതായിരുന്നോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം.
ഓക്കെ. അതുപോലെ ഞാൻ ഒന്നിനും കൊള്ളാത്തവരാ എന്ന് കരുതി ജീവിക്കുന്ന, ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കുന്ന ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു വ്യക്തി ഒന്നിനും കൊള്ളാത്ത അതാവണേ എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും അല്ലേ. അതിനെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഞാൻ എന്താന്നുള്ളത്. അതുപോലെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരും ഇതുപോലെ നമുക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് ഈ സമയത്ത് വൾണറബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പറയുമ്പോൾ മെനപ്പോസിൽ മെലങ്കളി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ലോ മൂഡ്, സാഡ്നെസ്, ഇതൊക്കെ വളരെ എന്ന് വെച്ചാൽ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞല്ലോ, അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു. ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് തലച്ചോറിൽ ഒരുപാട് സ്രവങ്ങളുണ്ട്. സെറോട്ടോണിൻ, ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ പോലെയുള്ള പല പല സ്രവങ്ങളുണ്ട്. ഇതിൻ്റെ ഉൽപാദനത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ലോ മൂഡും സാഡ്നെസ്സും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് വളരെ കൂടിപ്പോയാൽ നമുക്ക് ഉണ്ടാകാവുന്ന അനുഭവങ്ങളാണ്: എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, മുന്നോട്ട് ചിന്തിച്ചാൽ ഒന്നുമില്ല എന്നുള്ളത് പോലെയുള്ള ചിന്തകൾ. നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ സ്ലീപ്പ് സൈക്കിൾ മാറുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചിന്തിക്കണം. ഈ സ്ലീപ്പ് സൈക്കിൾ മാറാൻ എൻ്റെ കയ്യിൽ ഞാൻ എന്തെല്ലാം ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് ചിന്തിക്കണേ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 12 മണിയാണ് നമ്മുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം. അതുപോലെ ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, ഇറിറ്റബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ കൂടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അതായത് നമ്മൾ പലപ്പോഴേ ഡിപ്രഷൻ എന്നുള്ളത് കരച്ചിലല്ല പലർക്കും. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുള്ളത്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. എനിക്ക് ഭയങ്കര ദേഷ്യം എന്നാണ് പറയണത്. ദേഷ്യം, ഇറിറ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവം ക്രൈ ഫോർ ഹെൽപ്പാണ്. ഇറ്റ് ഈസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അത് ഡിപ്രഷൻ്റെ വേറൊരു പാറ്റേണാണ്. ഇത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് സൂയിസൈഡൽ ആയിട്ടുള്ള ഫീലിങ്സിലാണ്. ഈ പ്രായത്തിൽ, ഈ ഒരു ഏജിൽ 45 മുതൽ 55 വരെയുള്ള പ്രായത്തിൽ സൂയിസൈഡ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ സംഭവങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ഫിസിക്കൽ സിംറ്റംസും കൂടെ ആഡപ്പ് ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു മഹാവ്യാധി സംഭവിച്ചു. അപ്പോൾ കൂടെയുള്ള ഭർത്താവിനാണെങ്കിൽ ആ ഫാനേ വേണ്ട, ആ മനുഷ്യനെ അപ്പോൾ ഫാൻ വേണ്ട. അപ്പോൾ ഈ ഫാൻ ശക്തിയായിട്ട് ഇടുമ്പോൾ ഈ മനുഷ്യൻ അപ്പുറത്ത് പോയി കിടന്നു, അപ്പോൾ അതിന് ദേഷ്യമായി അല്ലേ. അപ്പോൾ ഒന്ന് കുറച്ചിടാൻ പറഞ്ഞാൽ അത് പറ്റുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്പൺ ഡിസ്കഷനിലൂടെ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾറെഡി ഉള്ളതിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങൾ കൂടാം. ഈ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ എന്നുള്ള സംഭവം, ഈസ്ട്രോജൻ കുറയുമ്പോഴേ ഈ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് ഹൈപ്പറായി മാറും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ വലിയ സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് കുഞ്ഞൊരു പ്രോബ്ലം ലൈഫിൽ ഉണ്ടാകുമ്പോഴത്തേക്കും, വീട്ടിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ, നേരത്തെ അപ്പോൾ ഭർത്താവ് പറയാം, നേരത്തെ ഇവളിങ്ങനെ അല്ലായിരുന്നു, വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീ ആയിരുന്നു, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെ മിടുക്കിയായിട്ട് നിന്നിരുന്നതാ, ഇപ്പോൾ ഒന്നും പറ്റില്ല, ഇപ്പോൾ ഫുൾ സ്ട്രെസ്, അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ മനസമാധാനം പോലും കളഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ, അത് നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഡീൽ ചെയ്യേണ്ടതാണ്. ഞാൻ അതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. ഇനി ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ്റെ പോലെ തന്നെ ആങ്സൈറ്റി ഉണ്ട്. അതിൽ പാനിക് അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു പോസ്റ്റ് പാർട്ടം പോലെയുള്ള ആങ്സൈറ്റീസ് കടന്നുപോയവർ, അതായത് ഡെലിവറിക്ക് ശേഷം, കുട്ടി ജനിച്ചതിന് ശേഷമുള്ളൊരു അടുത്ത കാലഘട്ടത്തിൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ വളരെ സിവിയർ ആയിട്ട് ഉണ്ടായിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കൂടുതൽ പറയണ്ട. അങ്ങനെ ഉണ്ടായിരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ സോഷ്യൽ ആങ്സൈറ്റീസ്, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ചില മറ്റ് വൾണറബിലിറ്റീസ്, അതായത് വേദനകൾ, അതുപോലെ തന്നെ ക്ഷീണം, അതുപോലെ തന്നെ അതിനൊന്നും പക്ഷെ ഒരു മുഴുവനായിട്ട് ചെക്ക് ചെയ്താലേ ഒരു മെഡിക്കൽ റീസൺ കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ഇൻറ്റൻസിറ്റിയിലാണ് ഇവരത് കാണിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും. ഇനി വളരെയധികം എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്, OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതും ഈസ്ട്രജന്റെ അളവും തമ്മിൽ വളരെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു പറയാണ്. കാരണം ഇവിടെ ഉണ്ടാകാവുന്ന സംഭവങ്ങൾ നോക്കിയേ, ഒരു ഒബ്സസീവ് കമ്പൽസീവ് ടെൻഡൻസീസിനെ വളരെയധികം എക്സാസബേറ്റ് ചെയ്യുക, അതായത് പറയുകയാണെങ്കിൽ കൂട്ടുന്ന രീതിയിലുള്ള സംഭവമാണ് ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫിയർ ഓഫ് കണ്ടാമിനേഷൻ എന്ന് പറയും. അതായത് എനിക്ക് എന്തോ അണുബാധ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെന്നൊക്കെ ഉള്ള കരുതലിൽ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക, വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. പലപ്പോഴും ഈ ക്ലീനിങ്ങും വാഷിങ്ങും ഉണ്ടല്ലോ, ഞാൻ പലപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പലരോടും ചോദിച്ചാൽ, അതൊന്നും കുഴപ്പമില്ല മാഡം, അത് വൃത്തിയുടെ ഭാഗമായിട്ടുള്ള സംഭവം അല്ലേ, 2, 3, 4 മണിക്കൂറാണോ ഒരു സാധനം കഴിക്കൊണ്ടിരിക്കുക അല്ലേ. ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, എടാ മോനെ, നിന്റെ വീട്ടിൽ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഇല്ല ഒരു കുഴപ്പമില്ല, എനിക്ക് കുട്ടിക്കാണ് പ്രശ്നം. അത് കഴിഞ്ഞ് കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ, ഉമ്മയുടെ
ഈ വിഷയം നീ എങ്ങനെയാ കാണുന്നതെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു ഉമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ആഴ്ചയിലെ ഒരു 2-3 ദിവസമൊക്കെ ഉമ്മ ഈ ചുമരൊക്കെ ഇങ്ങനെ സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകണം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ്, വാഷിംഗ് പോലെയുള്ള കമ്പൽഷൻസ് ഒക്കെ പലപ്പോഴും ഇതിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ചിന്തകൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ചെക്ക് ചെയ്യൽ, ലോക്ക് ചെക്ക് ചെയ്യൽ, ഇങ്ങനെയുള്ള ചെക്കിങ് പരിപാടികളൊക്കെ ചിലപ്പോൾ വളരെ ആക്റ്റീവ് ആവാം. പലപ്പോഴും മരണത്തെ പറ്റിയുള്ളതും രോഗത്തെ പറ്റിയുള്ള അനാവശ്യ ചിന്തകൾ, അത് ചെക്കപ്പ് നടത്തിയ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അടുക്കി പെറുക്കി വെക്കുന്ന സ്വഭാവങ്ങളൊക്കെ വല്ലാണ്ട് കൂടുക. ഇത് ഇനി ആരെങ്കിലും ചെയ്തില്ലെങ്കിലോ അവിടെ ഒരു യുദ്ധക്കളം, വീട്ടിൽ കുറേ ബഹളം വയ്ക്കും. എന്നാലും പിള്ളേർ കേൾക്കുമോ? ഇല്ല. അവർ ഒരു എന്താ പറയുക, ഒരു മലയുണ്ടാക്കിയിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ ദേഷ്യത്തിനെ കൂട്ടുക എന്നുള്ളത് മാത്രം അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എററുകളും ഈ പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവാം. അതുപോലെ നമ്മുടെ ലൈഫ് സ്ട്രെസ്സേഴ്സ് അതിന് ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ വലിയ അപാകതകൾ വരുന്നൊരു സമയമാണ്. കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ അപാകതകൾ വരുന്ന സമയമാണ്. അതുപോലെ ഫ്രണ്ട്സ്, സോഷ്യൽ സപ്പോർട്ടിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇതൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ എംപ്റ്റിനെസ് സിൻഡ്രോം, ഇപ്പം കുട്ടികൾ ഒരുപാട് ഈ ഒരു പ്രായത്തിൽ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ് പോകുന്നു, പിന്നെ ഭാര്യയും ഭർത്താവും മാത്രമല്ലോ, കൂടൊഴിഞ്ഞ ഒരു കിളിക്കൂട് പോലെയുള്ള, കുട്ടികളൊക്കെ പറന്നു പോയിട്ടുള്ള ഒരു കിളിക്കൂട് അല്ലേ, അതുപോലെയുള്ളൊരു അവസ്ഥ. അവിടെ നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. നേരത്തെ ഈ കുട്ടികളെ വളർത്തുന്നതിൻ്റെ തിരക്കില്ലേ ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ മറന്നു. ഇപ്പോഴാണ് മുഖത്തോട് മുഖം കാണണം. അപ്പോൾ ആരത് നീ എന്നുള്ള മട്ടിലാണ് നോക്കണം ഇപ്പോൾ. ഓക്കെ, സംസാരിച്ചിട്ടില്ല, കണ്ണിൽ നോക്കിയിട്ടില്ല, മുഖത്തൊക്കെ സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഭാര്യ ഫുൾ ടൈം തിരിഞ്ഞു നിന്നുകൊണ്ട് അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, ഭർത്താവ് അപ്പുറത്തെ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുഖത്തോട് മുഖം കണ്ടിട്ട് കുറേ കാലമായി. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അല്ല ഇത് ആരത് ഈ വീട്ടിലിരിക്കുന്ന ആളൊക്കെ ചിന്തിക്കുന്ന പോലത്തെ അവസ്ഥകളുണ്ടെന്ന് പറയാണ്. തമാശയല്ല, പല വീടുകളിലും വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണിത്. സോഷ്യൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതിയിൽ ഇതിനെ കാണുന്ന വിധങ്ങൾ അത്ര അങ്ങോട്ട് പോസിറ്റീവ് അല്ല. ഇതിൽ കുറേ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ എന്താ പറയുക, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ അത്ര വലിയൊരു വിഷയമാണോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ പലപ്പോഴും കിട്ടാറുമില്ല. ഇനി സെക്ഷുവാലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ പലപ്പോഴും സെക്ഷൽ ഡിസയർ കുറയുമെന്ന് പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ അത്. പിന്നെ അത് മാത്രമല്ല, ഇത് കാരണം ഉണ്ടാകുന്ന ഗിൽറ്റ് ഫീലിംഗ്, അതാണ് വേറൊരു ആസ്പെക്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇന്റർകോഴ്സിന്റെ സമയത്തുള്ള പെയിൻ കാരണം ഇത് അവോയ്ഡ് ചെയ്യണം. അപ്പം അതും ഒരുപാട് മാരിറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. പിന്നെ ബോഡി ഇമേജ് കൺസേൺസ്, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു. പിന്നെ നമുക്കിപ്പോൾ ഉണ്ടല്ലോ ഒരു പുതിയ ടേം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, കുട്ടികളെ തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ആ വൈബിലൊന്നും പെടാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ പേടിച്ച് നമ്മൾ പലതും ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ലെസ് അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പോകണ്ട, അങ്ങനെ പോകണ്ട, ആരെയും ഫേസ് ചെയ്യേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വളരെ കൂടുതലാണ്, പറയുന്ന കാര്യമല്ല മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റുകൾ മാറിയേക്കാം. ഈ മാറുന്ന സെക്ഷൽ ഇൻട്രസ്റ്റ് ചിലപ്പോൾ പാർട്ട്ണർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് വലിയ കോൺഫ്ലിക്റ്റുകളിലേക്കും അത് പോയേക്കാം. കൾച്ചറൽ ആയിട്ടുള്ള ടാബൂസ് ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ കോൺവെർസേഷൻസ് കുറവാണ്, എഡ്യൂക്കേഷനും അവയർനെസ്സും കൂടുതൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥകളെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്റ്റേണൽ യൂത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആ അപ്പിയറൻസിനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കാം, മെനപ്പോസിലുള്ള ഒരു സ്ത്രീയുടെ പിക്ചർ വരയ്ക്കാൻ അറിയുന്നവരോട് ഞാൻ പറയാണ് പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയാം. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക? നേരത്തെ കണ്ട പോലെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖമായിരിക്കും കാണിക്കണം അല്ലേ, മെനപ്പോസ്, മൂഡി, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇനി അതിൽ നിന്ന് നമ്മൾ മാറി നോർമലൈസ് ചെയ്ത് മുന്നിലോട്ട് വരാനായിട്ട് പറ്റണം. ഇനി വർക്ക് പ്ലേസ് ആണെങ്കിലോ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഡ്യുവൽ റോളാണ്, അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം നമുക്ക് ജോലി ഇല്ലെങ്കിൽ അതൊരു പ്രശ്നം. ജോലിയുള്ള സ്ത്രീകളെ ആലോചിച്ച് നോക്കുക, വീട്ടിലെ എല്ലാ സംഭവങ്ങളും ചെയ്ത് വീടിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് പ്ലേസിലും ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളിടത്ത് ഒരു കൺസെഷനും കിട്ടുന്നില്ല. ചിലപ്പോൾ പീരിയഡ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കൺസിഡറേഷൻ, അതിനുള്ള പോളിസീസ് ഒക്കെ ഉണ്ട്. പക്ഷെ മെനപ്പോസ് ആയിട്ടുള്ള അടുക്കുന്ന സ്ത്രീക്ക് എന്തെങ്കിലും പോളിസികൾ നിലവിലുണ്ടോ? ഇല്ല. അത് നമ്മൾ ഈ ഓവർ ബ്ലീഡിങ്ങും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതും കൊണ്ട് ഈ വർക്ക് പ്ലേസിൽ പോകണം. ഞാൻ പല സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബ്ലീഡിങ് വളരെ സിവിയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഈ സിവിയർ ബ്ലീഡിങ് വെച്ചിട്ട് നമുക്ക് ഞങ്ങളുടെ ഇടയിൽ തന്നെ പല അധ്യാപകരും വാല്യുവേഷൻ ക്യാമ്പിൽ വരുന്നവരും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരും ഒക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. പേഷ്യൻസ് വന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ വർക്ക് പ്ലേസിൽ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റംസ് ഇപ്പോഴും അവൈലബിൾ അല്ല. ഇനിയും നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താ വേണ്ടത്?
നോർമലൈസിങ് ഇമോഷൻസ് എന്നുള്ള സംഭവം വേണ്ട. നമുക്ക് മനസ്സിലാക്കാം ഇറിറ്റബിലിറ്റി, സാഡ്നെസ്, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് ഒക്കെ ഇതിന്റെ പാർട്ടാണ്. ഓക്കെ, അതിനെ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാനാണ് ഇതിനെല്ലാം ഉത്തരവാദി, കണ്ടില്ലേ എനിക്ക് ഒരിക്കലും എൻ്റെ മക്കളോട് സ്നേഹത്തിൽ പെരുമാറിയിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ യുവർ ഇമോഷൻസ്. മനസ്സിലാക്കുക എന്താ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഇമോഷൻ എന്താന്നുള്ളത് ഒരു സെക്കൻഡ് മാറിയിരുന്ന് അനുഭവിക്കുക, മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മൂഡിന്റെ ജേർണൽ വെക്കാം. ഓക്കെ, മൂഡ് ജേർണൽ പറയുമ്പോൾ പറയും, ഓ മാഡം അതൊക്കെ വലിയ പണിയല്ലേ. അല്ല. സോ നമ്മള് സോറി ഫോർ ദി ഇന്ററപ്ഷൻ. നമുക്ക് അപ്പം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വി ക്യാൻ കീപ്പ് എ മൂഡ് ജേർണൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ചെറിയ ജേർണലിങ്, അത് വലിയ ഭാഷയൊന്നും ആവശ്യമില്ല. നമ്മൾ ആ സമയത്ത് കടന്നുപോയ ഇമോഷൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുക. കാരണം നെക്സ്റ്റ് ടൈം സെയിം സിറ്റുവേഷൻ വരുമ്പോൾ അത് നമുക്കൊരു റിമൈൻഡറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. പലപ്പോഴും അത് വളരെ ഇഫക്റ്റീവായിട്ട് ടെക്നിക്കായിട്ട് നമ്മൾ പലപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ദെൻ അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു പ്രാക്ടീസ് ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ്. എന്താണെന്ന് ഞാനത് അടുത്ത ഒരു ഇതിൽ പറയാം, അടുത്തൊരു സ്ലൈഡും കൂടെ വരുന്നുണ്ട്, അതിൽ പറയാം. ഇനി ഇതിൻ്റെ മെനപ്പോസിൻ്റെ ചാലഞ്ചസിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം നമ്മൾ അവൾ ഒന്നിനും കൊള്ളാത്തവളാന്ന് പറയുന്നതിനേക്കാളും നല്ല അതിനെ റീഫ്രെയിം ചെയ്ത് അവളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഈ പ്രായത്തിൽ, നേരത്തെ പറഞ്ഞ റസീന തന്നെ അവിടെ സൂചിപ്പിച്ചിരുന്നല്ലോ, അതായത് നമ്മൾ ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് എന്താ പറയുക, ഒരു അഡോളസെന്റ് പീരീഡിൽ ഉണ്ടാകുന്ന അതേ ഇമോഷൻസിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു പീരീഡാണെന്ന് നമുക്ക് പറയും. അത് അവിടെ പക്ഷെ ഞാൻ കൂടുതൽ കാണുന്ന വെച്ചാൽ ഈ ഒരു ഏജാണ് വിസ്ഡം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ആരും കുറവല്ല. നമ്മൾ കടന്നു പോകുന്ന ലൈഫ് സ്റ്റേജുകളിലൂടെ നമുക്ക് അക്വയർ ചെയ്തിട്ടുള്ള വിസ്ഡം എന്ന് പറയുന്ന സംഭവം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനും ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ ഈ ഒരു ഏജിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അവിടെയുള്ള നമ്മുടെ ഇൻഡിപെൻഡൻസും അതിനോടനുബന്ധിച്ച് വരുന്ന ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വെക്കേണ്ട സംഭവങ്ങളാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ പോളിസീസിലേക്കൊക്കെ ഒരുപാട് എന്താ പറയുക പ്രഷറൈസ് ചെയ്യേണ്ട ഒരു സ്റ്റേജും കൂടെയാണ് ഈ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിൽ പോവുക, എറോബിക്സിൽ പോവുക, അതൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടെ ഈ പറഞ്ഞ കോർട്ടിസോളിൻ്റെ ഒക്കെ അളവ് കുറയും. അതാണ് അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കാട്രിക് സൈഡ് എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ കോർട്ടിസോൾ ലെവൽ കുറയും. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും കുറയും. മാത്രമല്ല നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. അതുപോലെ സോഷ്യൽ സപ്പോർട്ടാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്, പാർട്ട്ണർ അത് സപ്പോർട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മെനപ്പോസ് സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു ഇനീഷ്യേഷൻ വേണമെങ്കിൽ ചെയ്യാം. അതിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അവിടെ ഈ ഐസൊലേഷൻ റിഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കും. എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തെ ലോകം കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വീട്ടമ്മമാരെന്നുള്ള രീതിയിൽ വീടിൻ്റെ എല്ലാ എന്താ പറയുക അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും ചിലപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. പക്ഷേ ജോലി സ്ഥലത്തും ഐസൊലേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റംസ്, സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഒക്കെ നമുക്ക് നല്ലതായിരിക്കും. സ്ലീപ്പും റിലാക്സേഷനും ഞാൻ പറഞ്ഞല്ലോ. ബെഡ് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരു ഡേ എന്നുള്ള സംഭവത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്ലീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ബുദ്ധിമുട്ടുകളുള്ളവർ, സിവിയർ ഡിസ്റ്റർബൻസസ് ഉള്ളവർ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ കൺസൾട്ട് ചെയ്യാം. മസിൽ റിലാക്സേഷനും അതുപോലെ തന്നെ ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഉറങ്ങുക എന്നുള്ളതിനൊരു തയ്യാറെടുപ്പ് ആവശ്യമെന്ന് പറയണേ. ബയോളജിക്കലി ഉറങ്ങുക, അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ തയ്യാറെടുപ്പ് ആവശ്യമുള്ള പോലെ തന്നെ ഉറങ്ങാനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് നമുക്ക്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ. അതുപോലെ ഡയറ്റ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ഒഴിവാക്കേണ്ട സാധനങ്ങൾ, ഇപ്പോൾ ആൽക്കഹോൾ പോലെയുള്ള കണ്ടന്റുകളുള്ള സാധനങ്ങളോ കഫീൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പ്രൊഫഷണൽ ഹെൽപ്പ്, അതാണ് ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. എന്താണ് ഈ പ്രൊഫഷണൽ ഹെൽപ്പ് ഫോർ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്? ഇതൊരു ടീം വർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൈക്യാട്രി, ക്ലിനിക്കൽ സൈക്കോളജി, അതുപോലെ തന്നെ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ജോയിൻ്റ് എഫേർട്ടാണ് ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തിൻ്റെ ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു,
നമ്മുടെ തലച്ചോറിലുള്ള ചില സ്രവങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് ആ ഒരു ഭാഗം അത് വിശകലനം ചെയ്യുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും സൈക്യാട്രിസ്റ്റ് ആയിരിക്കും. സൈക്കോതെറപ്പി പോലെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ലോങ് ടേം നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള മാനേജ്മെന്റുകളും പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു സോഷ്യൽ വർക്ക് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ പണ്ടത്തെ ഒരു പാഷനായിരുന്നു ഡ്രോയിങ്ങും ആക്ടിവിറ്റിയും ഒക്കെ. അപ്പം ഞാനിപ്പോൾ വീണ്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് ഡ്രോയിങ് ക്ലാസ് ജോയിൻ ചെയ്യണം. കാരണം അതൊക്കെ ഇത് ഭാവിയിലേക്ക് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇന്നും എനിക്ക് ഡ്രോയിങ് ക്ലാസ്സുകളും ഡ്രോയിങ് മാരത്തോൺ ചാലഞ്ചുകളും ഒക്കെ ഉണ്ട്. ഇതിനു മുമ്പ് കംഫർട്ടബിളി അതൊക്കെ ഡ്രോയിങ് ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്തു എന്ന് പറഞ്ഞ പേഷ്യൻസിനോടോ വിദ്യാർത്ഥികളോടോ സംസാരിക്കാറില്ല. ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. സോ നമ്മുടെ ഹോബീസും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള ആർട്സ് ഒക്കെ വളരെ വലിയ ഇമ്പാക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ പേരൊക്കെ ഡാൻസ് തെറപ്പി, മ്യൂസിക് തെറപ്പി ഒക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട്. ബോഡി മൂവ്മെൻറ്റ്സ് സൂംബയൊക്കെ ഇപ്പോഴല്ലേ വളരെ ആക്റ്റീവായിട്ട് വന്നത് അല്ലേ. ഈ ബോഡി മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഒരുപാട് സിഗ്നലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കും. സെൽഫ് കമ്പാഷൻ എഫർമേഷൻ, അതായത് നമ്മൾ എല്ലാവരോടും പറയാം, എല്ലാവരോടും കരുണയോടുകൂടി പ്രവർത്തിക്കണം, എല്ലാവരോടും കരുണയോട് വീക്ഷിക്കണം. നമ്മൾക്ക് നമ്മളോട് കരുണയുണ്ടോ? അല്ലേ? നമ്മളെ കരുതുന്നുണ്ടോ? നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് നല്ല ആഹാരം കൊടുക്കാനോ നല്ല ഉറക്കം കിട്ടാനോ? ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നതാണേ. ഈ അമ്മയുടെ ഒരു റുട്ടീൻ നിങ്ങൾ കേൾക്കുക കേട്ടോ. ഇവർക്ക് ഇപ്പോൾ ഡിപ്രഷനാണ് ആയിരുന്നു വന്നപ്പം. അപ്പോൾ ഇവരുടെ റുട്ടീൻ കേൾക്കുക. ഇവരൊക്കെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ കാലത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടി അപ്പോൾ ഒരു 8-8:30 ആകുമ്പോൾ എഴുന്നേക്കും. 8:30 മുതൽ 11 മണി വരെ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് 11 മണി മുതൽ ഉച്ചയുടെ ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനായി. അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ ഉച്ചഭക്ഷണം തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3:30 മണി അടുത്ത് വരെയൊക്കെ കൊച്ചിനെ കൊണ്ട് നടന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് 4 മണിയിലത്തെ സംഭവമായി, വൈകിട്ടത്തെ സംഭവമായി. അപ്പോൾ ഇതിനിടയിൽ എവിടെ അവർ ഭക്ഷണം കഴിക്കുക? ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകളെ, നിങ്ങൾ ഇത് ഒരു സ്വാർത്ഥതയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം കുറച്ച് ഭക്ഷണം കഴിക്കൂ. അപ്പോൾ അതിന് എനർജി കിട്ടുമല്ലോ. ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു. ആദ്യം നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ടൈമും സംഭവങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പലപ്പോഴും ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മിഡിൽ ഏജ് ക്രോസ് ചെയ്തിട്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ നോക്കാനായിട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. സ്ത്രീകൾ ആരോഗ്യം നോക്കാറില്ല. എല്ല് പൊടിഞ്ഞ് അടിഞ്ഞു പോയാലും എന്താ പറയുക, തലച്ചോറ് തെറിച്ചു പോയാലും സ്ത്രീകൾ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. രോഗം മൂർച്ഛിച്ച് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമാണ് ചെക്കപ്പിനോ അല്ലെങ്കിൽ അതും ഉന്തി വിടണം, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞു അത്. അപ്പം അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നുള്ളത് എൻകറേജ് ഓപ്പൺ ഡയലോഗ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, ഓപ്പൺ ഡയലോഗ്സ്. എന്നിട്ട് അത് നോർമലൈസ് ചെയ്യുക. മെനപ്പോസ് എന്നുള്ളത് നോർമൽ സംഭവം എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം. ഇത് വലിയൊരു ടേം അല്ല എന്നുള്ളത് മനസ്സിലാവണം. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് സൈക്കോളജിക്കൽ മാനേജ്മെന്റിന്. സൈക്കോതെറപ്പീസ് ഒരുപാട് നല്ല സൈക്കോതെറപ്പീസ് അവൈലബിൾ ആണ്. സപ്പോർട്ടീവ് സൈക്കോതെറപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. CBT എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏറ്റവും മൂഡിനും ഈ പറഞ്ഞ ആങ്സൈറ്റിക്കും ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജിയാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളെ കൈകാര്യം ചെയ്ത് മാറ്റിയെടുത്ത് പോസിറ്റീവാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തഡോളജിയാണത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ തെറപ്പി. അതിനകത്ത് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ്. അയ്യോ നാളെ എനിക്ക് എന്താ വരിക, കഴിഞ്ഞു പോയത്, ഇതൊന്നുമില്ല. ഇപ്പോൾ ഈ മണിക്കൂർ, നമുക്കറിയാലോ കോവിഡ് വന്നതിന് ശേഷം ഈ ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അടുത്ത മിനിറ്റിൽ എന്താന്ന് പോലും അറിയാത്ത കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഒപ്പം ഫാമിലി കപ്പിൾ തെറപ്പികൾ മസ്റ്റാണ്. കുട്ടികളെയും അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫാമിലി ഇൻ്റർവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആർട്ട് തെറപ്പീസ് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് നമുക്കിതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ലാസ്റ്റ് സ്ലൈഡാണ് എൻ്റെ. ഇതിൽ ഞാൻ വായിച്ച കടന്നുപോയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. ദ മെനപ്പോസ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈ ഡോക്ടർ ലിസ. അതുപോലെ തന്നെ സൈക്കോളജി ഓഫ് ദ മെനപ്പോസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് വേണമെങ്കിൽ റെഫറൻസ് ഞാൻ സ്ലൈഡ് തരാം, വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതുപോലെ 2-3 ബുക്കുകളുണ്ട്. ഞാൻ റീസെൻ്റ്ലി വായിച്ച ഒരു പുസ്തകത്തെ പറ്റി പറയട്ടെ. ദ ഫീമെയിൽ ബ്രെയിൻ, ഡോക്ടർ ലുവാൻ. അതെന്തായാലും എല്ലാവരും വായിക്കണം തോന്നുന്നു. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ ഫീമെയിൽ ബ്രെയിൻ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ഈസ്ട്രജൻ്റെ ഒക്കെ കളികൾ എന്താണെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഓരോ ലൈഫ് സ്റ്റേജിൽ ഈസ്ട്രജൻ വന്ന് മാറി മാറി നമ്മുടെ സ്വഭാവത്തെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും.
ലാസ്റ്റ് വൺ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിൻസുഗി എന്ന് പറയുന്ന ഒരു സംഭവം ജാപ്പനീസ് ടെക്നോളജിയാണ്. ഇതിലെ പോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളുടെ അവിടെയുള്ള ഈ സെറാമിക് പോട്ടുകളൊക്കെ പൊട്ടിയ, നിങ്ങളുടെ കയ്യിലുള്ള സെറാമിക് പോട്ടുകൾ പൊട്ടി എന്ത് ചെയ്യും? അതോ നിങ്ങളും ഇത് ആരെയോ കാത്തു വെച്ചിരിക്കുന്ന സെറാമിക് പോട്ടുകളാണോ വീട്ടിൽ എടുക്കാതെ, അല്ലേ, ഷോക്കേസിൽ മോനെ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന, ആരെയോ പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്ന സെറാമിക് പോട്ടുകളാണോ? അല്ല. എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാം, അല്ലേ? സെറാമിക് പോട്ടുകൾ പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യുക? അത് വലിച്ചെറിഞ്ഞ് കളയും. പക്ഷേ ജാപ്പനീസ് ആചാരപ്രകാരം അവിടെ കിൻസുഗി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതായത് ബ്രോക്കൺ ആയിട്ടുള്ള സംഭവത്തിന് ഗോൾഡ്, സിൽവർ, കോപ്പർ പോലെയുള്ള മെറ്റാലിക് കോട്ടിങ്സ് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്ന ഒരവസ്ഥ. ഞാൻ ഇന്നത്തെ മെനപ്പോസിൻ്റെ സംഭവത്തിന് അങ്ങനെയാണ് അവസാനം കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്, നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ തന്നെ ഗോൾഡ് ലൈൻ, ഇപ്പം നോക്കിയാൽ നല്ല ഭംഗിയായി പാത്രം, ഗോൾഡ് ലൈനിങ് ഒക്കെ ഉള്ള കേട്ടറിഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ പൊടിഞ്ഞിരിക്കുന്ന ആ പാത്രങ്ങളെ വീണ്ടും ഉഷാറാക്കി നിങ്ങളുടെ കഥകൾ നിങ്ങൾ പറയൂ. നിങ്ങൾ നറേറ്റ് ചെയ്യൂ. ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ്. അതിൻ്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ നറേറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡോക്ടർ മിലു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളെ പറ്റിയൊക്കെ തന്നെ അല്ലേന്നായിരുന്നു. ഇതൊക്കെ എന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഡോക്ടർക്ക് അറിയാന്നായിരുന്നു ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. എനിക്കറിയുന്ന തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു വശം എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ ഡോക്ടർ ഇപ്പൊ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് സ്ലൈഡ് വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നൗ ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇത് യൂസ് ചെയ്യുക. ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഒന്നും എന്താ പറയാ, ഒന്നും ഒരു 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 ചെറിയൊരു വാക്ക് പോലും അത് നമുക്ക് ഒഴിവാക്കാനില്ല. ചില പുതിയ ടേംസ്, ഡിജിറ്റൽ ഹൈജീൻ, എനിക്കത് പുതിയതാണ്. മൂഡ് ജേണൽ, ഞാനത് കേട്ടിട്ടില്ല. ഇതൊക്കെ അപ്പം പുതിയതായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് സോ മച്ച്. എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നത്. അത്രയും താങ്ക് യു ഡോക്ടർ. ഈ ഒരു സൈക്കോളജിക്കൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കൽ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുന്നത്. അതും മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കുട്ടികളോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ പഠിക്കുക, എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഐ തിങ്ക് ഇത് എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, ഒന്നും ഒഴിവാക്കാനില്ലാത്ത വല്ലാത്തൊരു സെഷൻ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. Okay, and now it is time for our Basi to come back. Basila. Okay, thank you, I think Rasina. we have to Again, keep our promises for the surprise. So it's not for the surprise, now for the trivia. So over to you. Okay, thank you, Rasina. അപ്പോൾ ഈ സെഷനിലെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എ ടേം യൂസ്ഡ് ഫോർ ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി? മാം എടുത്തപ്പോൾ ഒരു ടേം ഉപയോഗിച്ചിരുന്നു. അതായത് കോൺസെൻട്രേഷനും മെമ്മറി ലൂസ് ചെയ്യുന്ന ആ ഒരു ടേം, പെർട്ടിക്കുലർ ടേം എന്താണ്? മുംതാസ് ഷറഫുദ്ദീൻ, ബ്രെയിൻ ഫോഗ്. ഓക്കെ, മുംതാസ് ആണ് ഫസ്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. മുംതാസ് ഷറഫുദ്ദീൻ, ബ്രെയിൻ ഫോഗ് ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു. എനിക്ക് മുംതാസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് വേഗം പോവാം. നമ്മൾ കുറച്ച് ഡിലേയിലാണ്. അല്ല, അത് ചാറ്റിൽ കിട്ടിക്കോളും. റസിന വയ്ക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവാണ്. സ്ട്രെങ്ത് അല്ലെങ്കിൽ ബലം, അത് എപ്പോഴും നമ്മുടെ മസിലിൽ മാത്രമല്ല. ആ മസിലിനെ നമുക്ക് താങ്ങി നിർത്തണമെങ്കിൽ, അതിനെ ഷേപ്പിൽ നിർത്തണമെങ്കിൽ, അതിനെ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനപ്പോസ് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളെ ബാധിക്കുന്നു എന്ന് ഡോക്ടർ ശോഭന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതിലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ബോൺസ്. അപ്പം ഈ മെനപ്പോസ് വന്ന ഒരാളുടെ ബോൺ ഹെൽത്ത്, അതിൽ നമ്മൾ എന്തൊക്കെ കെയർ ചെയ്യണം, അതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇനി ഉള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സ്വയം കെയർ ചെയ്യേണ്ടതും നമ്മൾ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കാനും കൂടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ സെഷൻ ഞാൻ ഡോക്ടർ സീനയ്ക്ക് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഒരു ചെറിയ സെക്കൻഡ് എനിക്ക് വേണം വീണ്ടും ഡോക്ടർ സീനനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഡോക്ടർ സീന MES മെഡിക്കൽ കോളേജിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടറുടെ ഹസ്ബൻഡ് അവിടെ തന്നെ പീഡിയാട്രീഷ്യനും അവിടുത്തെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഓവർ 20 years of experience she has in gynecology and ഈ ഒരു ഫീൽഡിൽ she is specialized in women health, reproductive care and menopause management. Passionate about community health education and creating awareness on post-menstrual health issues to improve quality of life of women. അപ്പം ആളുടെ ലൈഫ് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആള് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, ഫോർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ്. ആളുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ്. മെനപ്പോസ് ആൻഡ് പോസ്റ്റ് മെനപ്പോസൽ സിംറ്റം മാനേജ്മെന്റ്, ഹോർമോണൽ ഹെൽത്ത് ആൻഡ് കൗൺസിലിംഗ്,
women's preventive health care, which we are going to have that community education and awareness initiative. In personal life, ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ ഹസ്ബൻഡ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോനാണുള്ളത്. അയാള് ഇതേ ഫീൽഡിൽ MBBS ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ ടു യു ഡോക്ടർ. ഞാൻ വളരെ ക്വിക്ക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സോറി, നമുക്ക് ഒരു ടൈമിന്റെ കൺസ്ട്രെയിന്റ് ഉള്ളതാണ്. ഓവർ ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റസീന എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. അപ്പൊ ഇനി എന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഗുഡ് ഈവനിങ് എവ്രി വൺ. നമുക്ക് ലൈക്ക് നമ്മുടെ ടോപ്പിക് മെനോപോസില് ബോൺസിന്റെ പ്രശ്നങ്ങൾ, ആ ടോപ്പിക്കിലോട്ട് പോവാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മെനോപോസ് എന്താണ് എന്നുള്ളതൊന്ന് ബ്രഷപ്പ് ചെയ്യാം ഫസ്റ്റ് ആയിട്ട്. ഓക്കെ, നമ്മള് സ്ത്രീകളില് നമ്മുടെ പീരീഡ്സ് സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് മെനോപോസ് എന്ന് പറയുന്നത്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ 12 മാസം തുടർച്ചയായി മാസക്കുളി വരാതിരിക്കുമ്പോൾ മെനോപോസ്, അതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ലൈക്ക് മെനോപോസിന് മുന്നേ തന്നെ ഒരു 6 മാസം വരെയൊക്കെ പീരീഡ്സ് വന്നില്ല എന്നിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 8 മാസം വരെ പീരീഡ്സ് വന്നില്ല എന്നിരിക്കാം. അത് കഴിയുമ്പോൾ ഒരു പീരീഡ്സ് വരും. അതിനെ ഒരിക്കലും നമ്മൾ മെനോപോസ് എന്ന് പറയില്ല. അതൊരു മെനോപോസിന് മുന്നേ ഒരു 2 വർഷം മുന്നേ, 1-2 വർഷം മുന്നേ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അത് പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പാണ്. അത് 12 മാസം തുടർച്ചയായിട്ട് ഇത് വരാതിരുന്നാൽ മാത്രമാണ് നമുക്കത് മെനോപോസ് എന്ന് പറയാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ഈ മെനോപോസ് ഉണ്ടാവുന്നത്? അണ്ടാശയങ്ങളിൽ നിന്ന് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ അത് നിന്നു പോകുമ്പോൾ ആ സമയത്താണ് നമ്മൾ സമയത്തെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മുടെ ഇന്ത്യൻസിൽ നമ്മൾ കാണുന്നത് 45 to 55 ഇയർ ആ ഇയേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് കാണുന്നത്. മെനോപോസൽ ഏജ് ഗ്രൂപ്പ് അതാണ് പറയുന്നത് ഇന്ത്യൻസിൽ. ചിലവർക്ക് ഇത് നേരത്തെയും വന്നു എന്നിരിക്കാം, 40 ഇയേഴ്സ് തൊട്ട് കണ്ടു എന്നിരിക്കാം. പക്ഷെ ആ 40 ഇയേഴ്സ് തൊട്ട് ചിലപ്പോൾ ഒരു 8 മന്ത്സ് വരെ വന്നില്ല എന്നിരിക്കാം. അങ്ങനെ ഒരു 2 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും മെനോപോസ് ആ ഒരു അവസ്ഥയിലെത്തും. പിന്നെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെ മെനോപോസ് നമ്മുടെ അസ്ഥികളെ ബാധിക്കുന്നു. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. ഇന്നത്തെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ കുറയുന്നത് മൂലം എല്ലുകൾക്ക് ബലക്ഷയം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈസ്ട്രോജൻ ആണ് മെയിൻ ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ. അപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈസ്ട്രോജൻ എന്താണ് എന്നുള്ളത്. സ്ത്രീകളുടെ ലൈക്ക് പ്രാഥമിക ഹോർമോൺ ആണ് ഈസ്ട്രോജൻ. ഇത് ഓവറീസ്, അണ്ടാശയത്തിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ലൈക്ക് എന്തുകൊണ്ടാണ് ഈസ്ട്രോജൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലൈക്ക് ലേഡീസില് ഓർ വുമൻസില്? അത് മെൻസ്ട്രുവൽ സൈക്കിൾ നിയന്ത്രിക്കാനും എല്ലുകളുടെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ നമ്മുടെ മൂഡ് വേരിയേഷൻസും ഹാർട്ട് ഡിസീസ് ഇതുമൂലം ഈ ഈസ്ട്രോജൻ ആണ് ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത്. നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾസ്, ബോൺ ഡെൻസിറ്റി, പിന്നെ ഒരു മൂഡ് വേരിയേഷൻസ്, ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് ഈ ഈസ്ട്രോജൻ ആണ്. ഈ ഈസ്ട്രോജൻ ഉണ്ടാവുന്നത് നമ്മുടെ ഓവറീസിൽ നിന്നാണ്. ഈസ്ട്രോജൻ കുറയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക, ലൈക്ക് മാറ്റങ്ങളാണ് വരുന്നത്? അത് 2 ടൈപ്സ്, രണ്ട് മാറ്റങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശാരീരിക മാറ്റങ്ങളും മറ്റൊന്ന് മാനസിക മാറ്റങ്ങളും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ശാരീരിക മാറ്റങ്ങളൊന്ന് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ഫ്ലാഷസ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് ചൂട് അല്ലെങ്കിൽ ഫുൾ ബോഡിയിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടാം. പുറത്ത് മഴ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളകത്ത് തണുത്ത ഇതിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചൂട് അനുഭവപ്പെടാം. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് സ്വെറ്റിംഗ് ഉണ്ടാവുക, അമിതമായിട്ടുള്ള സ്വെറ്റിംഗ്, ചെറിയ സ്വെറ്റിംഗ് അല്ല, ഫുള്ളായിട്ട് സ്വെറ്റ് ചെയ്യുക, ഫാൻ ഇട്ടാലും അത് മാറുന്നില്ല എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് വജൈനൽ ഏരിയയിൽ ഉള്ള ഡ്രൈനസ്. ലൈക്ക് ഡ്രൈനസ് വരുന്നത് ഈ ഈസ്ട്രോജൻ കുറയുമ്പോഴാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ വജൈനൽ ഡ്രൈനസ് മാത്രമല്ല, ചില ആൾക്കാർക്ക് ആ ഏരിയയിൽ ഉണ്ടാകും എരിച്ചൽ എന്ന് പറയാം. ചിലവർ പറയും ഭയങ്കര പുകച്ചിലാണ്, മുളക് തേച്ച പോലത്തെ ഒരു അനുഭവം വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു എരിച്ചൽ പോലെ അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത്. അതൊക്കെ ഈ ഒരു മാറ്റം വരുമ്പോൾ കാണുന്നതാണ്. പിന്നെ ഈ ഡ്രൈനസ്, വജൈനയുടെ അവിടെ ഡ്രൈനസ് വന്നു കഴിയും ഡിസ്പെരൂണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെടുമ്പോഴുള്ള വേദന, ആ സമയത്തുള്ള വേദനയാണ് ഡിസ്പെരൂണിയ എന്ന് പറയുന്നത്. അത് വരുന്നത് നമ്മുടെ വജൈന ഏരിയയിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കാണുന്നത്. പിന്നെ എല്ലിന് ബലം കുറവ്, അതുമൂലം ഓസ്റ്റിയോപീനിയ, പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, ഇത് രണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓസ്റ്റിയോപൊറോസിസിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്.
പിന്നെ ഡീഹൈഡ്രേഷൻസ് നമ്മൾ ശരിക്കും ലൈക്ക് മുഖത്ത് ചുളിവുകൾ വരാം, ലൈക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ. പിന്നെ നെക്സ്റ്റ് വരുന്നത് മാനസിക മാറ്റങ്ങളാണ്. മാനസിക മാറ്റങ്ങളിൽ നമുക്ക് മൂഡ് സ്വിങ്സ് വരാം. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ ദേഷ്യം വരാം. ചെറിയ ചെറിയ കാര്യത്തിന്, നിസ്സാര കാര്യങ്ങളാവാം, അതിന് ദേഷ്യം വരാം. പിന്നെ ചെറിയ ചെറിയ കാര്യത്തിന് ദുഃഖം, ലൈക്ക് ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും പെട്ടെന്ന്. പെട്ടെന്ന് ഒരു നിസ്സാര കാര്യമായിരിക്കും, അതിന് സങ്കടം വരിക. പിന്നെ ഇൻസോംനിയ രാത്രിയിൽ നമുക്ക് ഉറക്കം കിട്ടാതെ വരിക. ചില സമയത്ത് നമ്മൾ കിടക്കാൻ പോയാലും കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചു നേരം ഉറക്കം കിട്ടുക. അത് കുറച്ചു നേരം എന്ന് ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കുക, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുള്ളൂ നമ്മുടെ സ്ലീപ്പ്. പിന്നെ ബ്രെയിൻ ഫോഗ്, ഓർമ്മശക്തി കുറയൽ, അതാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഓർക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. ഒരു കാര്യം നമ്മൾ എന്തിനോ വേണ്ടി പോയിട്ട് ഹാഫ് വേയിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നമുക്ക് ഓർക്കാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ. പിന്നെ മെനോപോസിന് ശേഷം നമ്മുടെ അസ്ഥികളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഇത് ഈസ്ട്രോജന്റെ പങ്ക് വളരെ കൂടുതലാണ് ഇതിൽ. എല്ലുകളെ പരിപാലിക്കുന്ന ഒരു ഓസ്റ്റിയോക്ലാസ് ഉള്ള ഒരു സംഭവമുണ്ട്. ഇത് എല്ലുകളെ തകർക്കുന്ന കോശങ്ങളാണ്. അതിനെ നിയന്ത്രിക്കുന്നത് ഈ ഈസ്ട്രോജൻ ആണ്. അതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഈ ഈസ്ട്രോജൻ ആണ്. അപ്പൊ മെനോപോസിന് ശേഷം ഈസ്ട്രോജൻ കുറയുമ്പോൾ എല്ലുകളുടെ കോശങ്ങളിൽ നഷ്ടം വേഗത്തിൽ ഉണ്ടാവുന്നു. അത് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞ ഈ ഒരു ഇയർലി 1 to 2% ആണ് അത് ഉള്ളത്. ലൈക്ക് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ കുടുംബത്തിൽ വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ പാരന്റ്സിന് ആർക്കെങ്കിലും ഫ്രാക്ചർ വരാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത് കൂടുതലായിട്ടും ഉണ്ട്. പിന്നെ ശരീരഭാരം കുറഞ്ഞവർ, അങ്ങനെയുള്ളവർക്കും ഇത് കാണപ്പെടുന്നുണ്ട്. പോഷക ആഹാരം കുറവുള്ളവർക്ക്, വ്യായാമം എക്സസൈസസ് ഇല്ലാത്ത, ലൈക്ക് എക്സസൈസസ് കുറഞ്ഞു കഴിഞ്ഞാൽ, എക്സസൈസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയൊരു എക്സസൈസസ് അല്ല, യോഗ, മെഡിറ്റേഷൻസ്, വാക്കിംഗ് എന്നൊക്കെ ഉള്ള ഇത്. പിന്നെ പുകവലിക്കുന്നവർക്കും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് നമ്മൾ. പിന്നെ ചെറുതായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, വാട്ട് ഈസ് ഓസ്റ്റിയോപോറോസിസ് എന്താണെന്നുള്ളത്. ഇത് എല്ലുകൾക്ക് ബലക്ഷയമുള്ളതിനാൽ നിസ്സാര വീഴ്ചയിൽ പോലും എല്ലുകൾക്ക് പൊട്ടലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്നും ഇരിക്കില്ല, നമ്മൾ വീണു എഴുന്നേറ്റു പോയി. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ പെയിൻ ഒക്കെ അനുഭവപ്പെടാം. ആ ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. ഇതിനെ നമ്മൾ സൈലന്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. കാരണം ലക്ഷണങ്ങൾ ആ സമയത്ത് തന്നെ കാണില്ല, കുറച്ച് കഴിയുമ്പോഴാണ് അതൊക്കെ കാണപ്പെടുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും എന്താന്നുള്ള, ലൈക്ക് നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, എന്ത് ടെസ്റ്റാണ് നമുക്ക് ഇതിന് വേണ്ടി ചെയ്യേണ്ടത്? ഇതിന് ചെയ്യേണ്ട ടെസ്റ്റാണ് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് അസ്ഥിയുടെ സ്ട്രെങ്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. ഇതിന്റെ ടെസ്റ്റിന്റെ പേരാണ് ടെക്സാ സ്കാൻ എന്ന് പറഞ്ഞത്. ടെക്സാ സ്കാൻ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. ഈ ടെക്സാ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓസ്റ്റിയോപീനിയ ആണോ ഓസ്റ്റിയോപോറോസിസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിലൊരു സ്കോർ ഉണ്ട്, ടി സ്കോർ എന്നാ പറയുന്നത്. ഇത്ര സ്കോർ ആകുമ്പോഴത്തേക്കും ഓസ്റ്റിയോപീനിയ ആണ്. അതിനേക്കാളും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് ആവും. ഓസ്റ്റിയോപീനിയ ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിനെ ഡോക്ടറെ കണ്ട് സമീപിച്ച് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റുകൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ ചെയ്യും. കൂടുതലായിട്ടും 60+ ഉള്ളവർക്കാണ് കൂടുതൽ അതിന്റെ ആവശ്യം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ചർ, ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ, അത് മൂലമുണ്ടാവുന്ന വേദനകൾക്ക് ലൈക്ക് ഇതൊരു കാരണമാവാം. പിന്നെ ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങള്, ശരിയായ ആഹാരം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയാബീൻസ്, ലൈക്ക് അതൊക്കെ വളരെ നല്ലതാണ്. സോയാബീൻസ്, ഫൈബേഴ്സ്, വെജിറ്റബിൾസ്, ജങ്ക് ഫുഡ്സിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇങ്ങനത്തെ ഫുഡ്സ് ആണ്. പിന്നെ ഫ്ലാക്സ് സീഡ്സ്, അതിലൊക്കെ റിച്ച് ഇൻ ഈസ്ട്രോജൻ ആണ്. ഇതൊക്കെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ റിച്ച് ഇൻ ഈസ്ട്രോജൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യായാമം എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് 30 മിനിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. വാക്കിംഗ് ആവാം, യോഗ ആവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ആവാം. ഇതൊക്കെ നമ്മുടെ മെനോപോസൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും.
പിന്നെ സൺലൈറ്റ് ഒരു മിനിമം ഓഫ് 15 to 20 മിനിറ്റ്സ് നമ്മൾ അതിനെ സൺലൈറ്റ് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോണിന് വേണ്ടി വളരെ നല്ലതാണത്. പിന്നെ നമുക്ക് ഇത് എങ്ങനെ ചികിത്സിക്കാം, അതാണ് നെക്സ്റ്റ്. ഇത് നമ്മുടെ ബോണിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ബോൺ ഫ്രാക്ചേഴ്സിൽ നിന്നൊക്കെ. കാൽഷ്യംസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള മരുന്നുകൾ എടുക്കാം. പിന്നെ HRT, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി, അത് അങ്ങനത്തെ മെഡിസിൻസ് എടുക്കാം. അല്ലെങ്കിൽ ബിസ്ഫോസ്ഫനേറ്റ്സ്, ആ മരുന്നുകൾ എടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്ന അനുസരിച്ച് ഏതാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഹാരം, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരം, പാല്, ടോഫു, ചീര, ബദാം, ഇതൊക്കെ നമ്മുടെ ദിവസേന നമ്മുടെ ആഹാരത്തിൽ ഒരു 1200 mg എങ്കിലും ചെല്ലേണ്ടതാണ്. പിന്നെ വൈറ്റമിൻ D ടാബ്ലറ്റ്സ് എടുക്കാം. പിന്നെ വെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 to 15 മിനിറ്റ്സ് എടുക്കാം. ലൈക്ക് കൊള്ളുന്നത് വളരെ നല്ലതാണ്. മുട്ടയുടെ മഞ്ഞക്കരു, പിന്നെ സപ്ലിമെന്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. പല സപ്ലിമെന്റ്സ് ആയിട്ട് വരും, അതൊക്കെ എടുക്കാവുന്നതാണ്. കോഡ് ലിവർ ഓയിൽ, അങ്ങനെയുള്ളതൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ വ്യായാമം, ഓരോ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ ജീവിതശൈലി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് പുകവലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ടതാണ്. പിന്നെ മദ്യപാനം കുറയ്ക്കേണ്ടതാണ്. ഇതൊക്കെ അതിനെ ലൈക്ക് വേഴ്സ് ആക്കും. പിന്നെ മരുന്നുകൾ, ബിസ്ഫോസ്ഫനേറ്റ്, പിന്നെ HRT എന്ന് പറഞ്ഞാൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി, അതൊക്കെ നമ്മൾ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് പ്രതിരോധിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഴാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് മുട്ടിനും ഷോൾഡേഴ്സിനും ഹിപ്പുമാണ് മെയിൻ ആയിട്ട്. ഈ ബോൺസ് ആണ് മെയിൻ ആയിട്ട് ഫ്രാക്ചേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട്. പിന്നെ വീട്ടിനുള്ളിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സുരക്ഷാ ഉപകരണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ബാത്റൂമിലൊക്കെ സ്ലിപ്പറി ആണെന്നുണ്ടെങ്കിൽ അവിടെ റെയിൽസ് ഒക്കെ വെക്കുക. ഒന്ന് വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്ത് വെറ്റ് ഏരിയ, ആ ഏരിയയിലോട്ടൊക്കെ പോകുന്ന റെയിൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ചിട്ടൊന്ന് നടക്കുക. പിന്നെ പിന്നെ നമുക്ക് ലൈക്ക് സ്ലിപ്പറി ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ആന്റി സ്ലിപ്പറി എന്തെങ്കിലും യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ ചെപ്പൽസ്, പാദരക്ഷകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ലൈക്ക് ആന്റി സ്ലിപ്പറി ആയിട്ടുള്ള പാദരക്ഷകൾ യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റുകൾ നമ്മൾ റിപ്പീറ്റഡ്ലി ആയിട്ട് ചെയ്യണം. ഫോളോ അപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു 55, 56, ഒരു 60 ആ ഒരു ഏജ് ഗ്രൂപ്പിലാകുമ്പോഴത്തേക്കും ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇയർലി ചെയ്യേണ്ടതാണ്. പിന്നെ മരുന്നുകൾ നമ്മൾ കുറച്ചുകൂടെ ശരിക്കും ഉപയോഗിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടു, നമുക്കൊരു പ്രോബ്ലം വന്നു, നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് ഒരു 1 മന്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 മന്ത്സിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത്രയും തന്നെയായിട്ട് കഴിക്കാം. ഒരു 20 ഡേയ്സ്, 20 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കഴിച്ചു, പിന്നെ മാറിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ വേണ്ട. അത് ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 2 മന്ത്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തന്നെ കഴിക്കേണ്ടതാണ്. പിന്നെ സ്വയം പരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പെയിൻ ഉണ്ട്, ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കുക. അത് കൂടുതലായിട്ട് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആ സമയത്ത് ഡോക്ടറെ ഒന്ന് സമീപിക്കുക, ഒന്ന് ചെക്കപ്പ് നടത്തുക, എന്താന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ ടേക്ക് ഹോം മെസ്സേജ്, മെനോപോസ് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് ഭയപ്പെടേണ്ടതില്ല. ശരിയായ ജീവിതശൈലിയും ഡോക്ടർമാരുടെ ഉപദേശവും കൊണ്ട് ഈ ഘട്ടത്തെ സുഖകരമാക്കാൻ പറ്റും നമുക്ക്. താങ്ക് യു. ഓ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. അത് ഷോർട്ട് ആയിരുന്നല്ലേ? എന്നാലും ഡോക്ടർ നമുക്ക് വേണ്ട എല്ലാ പോയിന്റ്സും ഡോക്ടർ വളരെ എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടേംസും കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ ഡോക്ടർ ഇല്ലല്ലോ ഡോക്ടർ, യു കവേർഡ് എവറിത്തിങ്. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. അപ്പം ഇനഫ് ഇൻഫർമേഷൻ വി ഹാവ്. അപ്പൊ ഇനിയുണ്ടല്ലോ, ഇനി ഞങ്ങൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെഷൻസിന് വേണ്ടിയിട്ട്. അപ്പൊ വീണ്ടും ഞങ്ങൾക്ക് ഡോക്ടറെ കാണണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, ഇനി നമ്മുടെ ട്രിവിയ ബാസി
for you. You also have the time restriction. You can do it fast. Okay. Question number 3. What is a medical imaging test to detect bone loss, osteopenia, and osteoporosis? What is a medical imaging test? ഏതാണ് മെഡിക്കൽ ഇമേജ് ടെസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ബോൺ ലോസ് ഡിറ്റക്ട് ചെയ്യാൻ ടെസ്റ്റ് എന്താണ്? ഫുൾ നെയിം എഴുതും. മോഡറേറ്റർ പറയാവോ? മോഡറേറ്റർക്ക് ഗിഫ്റ്റ് ഉണ്ടോ? ഇല്ല, അത് വരുന്നുണ്ട്. ആൻസർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ആൻസർ ഇല്ലാണ്ടെങ്കിൽ ഞാൻ മോഡറേറ്റർക്ക് ചാൻസ് തന്നിരുന്നു. ഓക്കെ, CTJ ആണ്. നിങ്ങളുടെ പേരെന്താന്ന് അറിയില്ല. ഡെക്സ സ്കാൻ, ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. പക്ഷെ പേര് മനസ്സിലായിട്ടില്ല. CTJ ആണ് എഴുതി. ഓക്കെ, കാത്തറിൻ. ഓക്കെ, പ്ലീസ് ഷെയർ യുവർ കോൺടാക്ട് നമ്പർ ഓൺ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് കാത്തറിൻ. ഓവർ ടു യു, റസീന. കൺഗ്രാറ്റ്സ് കാത്തറിൻ, കൺഗ്രാറ്റ്സ്, വെൽ ഡൺ. സോ ഇനി ഇതിലെ ഏറ്റവും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ നമ്മൾ പറയാറുണ്ട്, ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ലെക്ചർ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നു. നമ്മൾ അതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് എൻഗേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആണ് ടു നോ മോർ. ഇനി ആ ക്വസ്റ്റ്യന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുമ്പോൾ ദാറ്റ് നോളജ് ബിക്കം മോർ യൂസ്ഫുൾ ആൻഡ് മോർ റിയലിസ്റ്റിക്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം. എല്ലാവർക്കും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാമെന്ന്. ഷെരീഫ് ഓൾറെഡി അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു അൺമ്യൂട്ട് ഓൾ ഓഫ് യു. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തുടങ്ങാം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് ലൈവ്ലി ആക്കണം, യൂസ്ഫുൾ ആക്കണം. അതേസമയം എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടും വേണം. അപ്പോൾ ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് സെഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ആദ്യം നമുക്ക് വെർബൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ശരി, ഇതിലേക്ക് എടുക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഓൾറെഡി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നമുക്ക് അവരെ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ട് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യല്ലേ നല്ലത്? അൺമ്യൂട്ട് അങ്ങനെയല്ല മതി. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടാവും. നമുക്ക് നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരും പല ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. അതെ അതെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. ചെയ്തിട്ടില്ലല്ലോ. ആരാ ചെയ്യുന്നു? ഷെരീഫാണോ? അത് മുല്ലപ്പ് ചെയ്യേണ്ടി വരും. അത് മുല്ലപ്പ് ചെയ്യണം. ഇപ്പോ ഓരോരുത്തർക്കും അവരവരുടെ ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റുമോ? ആ, അവർക്ക് ചെയ്യാം. ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തേ. മൊമക്ക് ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. Okay. Great. Okay. So people can ask their questions. ആരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവട്ടെ. എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഷെരീഫ് അതിലുള്ള ചാറ്റിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കുള്ളതാണ്? ബാക്കി മ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിജു ചെറിയാൻ ഡോക്ടർ ശോഭന മോഹൻദാസിനോട് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചതായിരുന്നു. ഹൗ ടു മാനേജ് ഹോട്ട് ഫ്ലാഷസ്? വെരി റെലവന്റ് ക്വസ്റ്റ്യൻ. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്, ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ശോഭന, യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. ഡോക്ടർ ഡോക്ടർ ശോഭന, എനിക്ക് തോന്നുന്നു ഡോക്ടർ ശോഭന അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഷെരീഫ്, can we take the second question? വന്നോ? Second question. Early menopause done at 42 age. Now 45 years of age, but no distractions. So what are the precautions to be taken? ഇതും ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കുമോ? സോ ഡോക്ടർ സീന can answer that. ഡോക്ടർ സീന. Dr. Milu. അത് ഡോക്ടറെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ഡോക്ടർ. കേൾക്കാമോ? നൗ ഓക്കെ. യാ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ചോദിക്കാമോ? early menopause at the age of 42. At 42 years of age. Now she is 45 years. There are no specific distractions, but what are the precautions to be taken? Does it require any specific treatment? Now അതായിരിക്കണം അവരുടെ ക്വസ്റ്റ്യൻ. Any ഇല്ല, precautions? at present പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ലൈക്ക് മൾട്ടി വൈറ്റമിൻസ് എടുക്കാവുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും വേണ്ട.
കാൽഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെടുക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഈ ചെവി വേദന പോലെയുള്ള അസുഖങ്ങൾ മെനോപോസ് റിലേറ്റഡ് ആയിരിക്കും. കാരണം ചെവി വേദന വന്നിട്ട് ഇയർ ചെക്ക് ചെയ്തപ്പം പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ അത് മെനോപോസ് റിലേറ്റഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇടാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. എനിക്കൊരു സംശയമുണ്ട് മാം. ഇപ്പം ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ മെനോപോസ് ഇത് റിലേറ്റഡ് ആണോ അതല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് ശരിക്കും നമുക്ക് നെഞ്ചിടിപ്പ് യൂഷ്വലി അങ്ങനെ കാണില്ല. ഹോട്ട് ഫ്ലാഷസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെ നെഞ്ചിടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കേണ്ടതാണ്. കൂടുതൽ അതിലില്ല. ഹലോ, എവിടെ എത്തി? നെഞ്ചില് ഹോട്ട് ഫ്ലാഷസിന്റെ കൂടെ നെഞ്ചിടിപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഹാസ് ടു ബി എക്സാമിൻ. വേറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നെഞ്ചിടിപ്പ് വരുന്നത് മുഴുവൻ ഹോട്ട് ഫ്ലാഷസിന്റെ ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത് എക്സാമിൻ ചെയ്ത് നോക്കുക തന്നെ വേണ്ടി വരും. നെഞ്ചിടിപ്പ് കൂടുതൽ ഉണ്ടാവുന്നത് കരോട്ടിഡ് സൈനസിന്റെ പ്രോബ്ലം കാരണം വരാറുണ്ട് പലർക്കും. സോ ദർ ആർ മെനി അതർ തിങ്സ്. നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഓക്കെ. ഹോട്ട് ഫ്ലാഷസ് വന്നതിന്റെ ഒപ്പം അറ്റ് ദ സെയിം പോയിന്റ് ചൂടെടുക്കുക, നെഞ്ചില് ഇത് വരിക, മേല് മുഴുവൻ ചൂടെടുക്കുക, അതിന്റെ ഒപ്പം നെഞ്ചിടിപ്പ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഹോട്ട് ഫ്ലാഷസ്. ഒരു നെഞ്ചിടിപ്പ് മാത്രമായിട്ട് ഹോട്ട് ഫ്ലാഷസിന്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഞങ്ങളുടെ സ്റ്റഡിയിൽ കണ്ടിട്ടുള്ളൂ. ഓൺലി നമ്മളിപ്പോ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 1500 പേര് ഓൾ ഓവർ ഇന്ത്യ നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് ഹോട്ട് ഫ്ലാഷസ്, റെസ്പിറേഷൻ, ഈ നെഞ്ചിടിപ്പ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് നോക്കിയിരിക്കുന്നത്. ഓൺ ഇറ്റ്സ് ഓൺ നെഞ്ചിടിപ്പ് മാത്രം ആയിട്ട് വളരെ കുറച്ച് പെർസെന്റേജ് ആൾക്കാരിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അക്കമ്പനിമെന്റ് ഓഫ് ഹോട്ട് ഫ്ലാഷസിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എക്സാക്ട് പെർസെന്റേജ് ഞാനിപ്പോ എന്റെ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും 10 മിനിറ്റില്. എന്റെ സ്റ്റഡി എന്റെ മുമ്പിൽ എന്റെ കമ്പ്യൂട്ടറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നോ, ഹോട്ട് ഫ്ലാഷസ് അല്ലാതെ വെറും നെഞ്ചിടിപ്പ് വാസോമോട്ടർ സിംറ്റമിന്റെ ഭാഗം മാത്രമായി. വാസോമോട്ടർ സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ റിസെപ്റ്റേഴ്സ് ഒക്കെ ഇതാവില്ലേ, അതിന്റെ ഭാഗമായിട്ട് വരുന്ന നെഞ്ചിടിപ്പ് ഓൺലി നെഞ്ചിടിപ്പായിട്ട് ആർക്കും പ്രകടമായിട്ട് ഞങ്ങളുടെ സ്റ്റഡിയിലില്ല. വി ഹാവ് സ്റ്റഡീഡ് 1500 പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ. Thank you, doctor. There was a question for Dr. Shobana specifically. Sorry, I'm sorry for just moving out. No, it's not a problem. Sorry. Basi, what was the question? First one. How to manage hot flashes? When you really have hot flashes, go to a gynecologist and take estrogen pills. നല്ല ഹോട്ട് ഫ്ലാഷ് ഉണ്ടെങ്കിൽ പറയുന്ന ഫൈറ്റോ ഈസ്ട്രജൻ അത് ഇതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. ഹോട്ട് ഫ്ലാഷസ് മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ഈസ്ട്രജൻ കഴിക്കുക, ആക്ച്വൽ ഈസ്ട്രജൻ കഴിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ ഈസ്ട്രജൻ മാറിയിട്ട് ഈ പ്ലാന്റ് ഈസ്ട്രജനിലേക്ക് കടക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ നല്ല ഡോസിൽ ഈസ്ട്രജൻ കഴിക്കുക, പിന്നെ ഡോസ് കുറയ്ക്കാം. സേഫ്റ്റി സ്റ്റഡി ഫോർ 5 years, അപ് ടു 5 years ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും വരില്ല. പക്ഷെ ബേസിക് ഇറിറ്റേഷനിങ് ഫാക്ടർ എന്താ വെച്ചാൽ ആദ്യം ബ്ലീഡിങ് വരും. എന്നാൽ വേറെ പല പേഷ്യൻസും പറയും എനിക്ക് ബ്ലീഡിങ് വന്നാലാണ് സമാധാനം എന്ന് പറയുന്നവരും ഉണ്ട്. അത് ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ഹോർമോൺ കൊടുക്കുക. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് 60 വയസ്സിൽ മേലെയാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഹോർമോൺ തെറാപ്പി ഹാസ് ടു ബി സ്റ്റാർട്ടഡ് ബിഫോർ 60 years of age. ആ ഏജിൽ വരികയാണെങ്കിൽ വി ക്യാൻ ടേക്ക് വെൻലാഫാക്സിൻ ഓർ അതർ ഡ്രഗ്സ്. ഈ ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കാനുള്ള ന്യൂറോ എൻഡോക്രൈൻ മരുന്നുകളുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുവരെ എല്ലാവർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. Below 55 you can definitely take this thing. She talk കേട്ടിട്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഹോർമോൺ തരുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് ഇൻ ദ വിൻഡോ പീരീഡ്, അല്ലെങ്കിൽ പറ്റില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ചാറ്റിൽ നമുക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇനി ഡയറക്റ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരത്ത് നമുക്ക് ഡോക്ടർമാർക്ക് അത് അയച്ചു കൊടുത്തിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ ആൻസേഴ്സ് മേടിച്ചിട്ട് ഈ ചോദിച്ച ആളുകൾക്ക് നമുക്കത് ആൻസേഴ്സ് കൊടുക്കാം. ഫോർ ദ ടൈം ബീയിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ തിങ്ക് യു ക്യാൻ ഗോ ടു നെക്സ്റ്റ് സെഷൻ.
ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. ഇപ്പം ഒരു ഏർലി ഏജില് യൂട്രസ് റിമൂവ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് മെനപ്പോസിന്റെ ഈ ബാക്കിയുള്ള അസോസിയേറ്റഡ് ഇഷ്യൂസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഇത് റിമൂവ് ചെയ്ത സമയത്തെ തുടങ്ങുമോ, അതോ വിൽ ഓൾസോ ഹാവ് ടു ഹാവ് ദാറ്റ് വെയിറ്റിംഗ് പീരിയഡ് അണ്ടിൽ 45 അങ്ങനെയാണോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം? അതെന്താന്ന് വെച്ചാല് യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറി എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ദ ഓവറി വിൽ വർക്ക് ഫോർ 5 years. അതിന്റെ ജ്യൂസ് 4-5 കൊല്ലത്തേക്ക് പിന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാലേ ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങാറുള്ളൂ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഞങ്ങളുടെ സ്റ്റഡിയിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഓവറി കളയാത്തവർക്കും 15% ആളുകൾക്ക് ഹോട്ട് ഫ്ലാഷസ് ഇമീഡിയറ്റ്ലി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആ സ്റ്റഡിയിൽ അത് പ്രതീക്ഷിച്ചില്ല. ഓവറി കളയാത്ത ആൾക്കാർക്ക് എന്തിനത് വരുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇത് നമ്മളുടെ ഒരു സ്റ്റഡിയാണ്. അതിൽ യെസ്, ഓവറി കളയാത്തവരിലും ചിലവർക്ക് ഹോട്ട് ഫ്ലാഷ് വരുന്നുണ്ട്. എത്ര കാലം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. ഓവറി കളഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ആൻഡ് ഓവറി കളയാത്തവരിൽ 15% ചൂടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നോർമൽ പോപ്പുലേഷനിലേക്കാളും കൂടുതലാണ് ഹിസ്റ്റക്ടമി കഴിഞ്ഞവരിൽ. എന്നാൽ എല്ലാവർക്കും ഇല്ല. ഇറ്റ് ഈസ് ഓൺലി 15%. അപ്പൊ നമ്മൾ പറയേണ്ടത് 85-നെയാണോ നമ്മൾ നോക്കേണ്ടത്, 15-നെയാണോ നോക്കേണ്ടത്? ഈ 15-നെ നോക്കിയിട്ട് എല്ലാവരും ആ യൂട്രസ് എടുത്ത് കളഞ്ഞ് എന്തോ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് നടക്കും. അതല്ല ശരി. സോ അത് ഓവറിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ദാറ്റ് ഈസ് ദയർ. അതും ആ ഈസ്ട്രജൻ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. ഈസ്ട്രജൻ കംപ്ലീറ്റ് ലോ ആയി വരില്ല. 3 കൊല്ലം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇല്ലാണ്ടേ ആവും. പിന്നെ ഒരു പ്രശ്നമില്ല. അത് ഈ ഫ്ലക്ച്വേഷൻ പീരീഡിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? ചാറ്റിൽ 2 ക്വസ്റ്റ്യൻസും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്നാണ്. മെനോപോസ് ഹാപ്പൻഡ്, ഇഫ് സോ ഈസ്ട്രജൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ? ഇല്ല, മെനോപോസ് വെറുതെ ഹാപ്പൻഡ്, ഈസ്ട്രജൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതില്ല. ഇൻഡിക്കേഷൻ ഫോർ ഈസ്ട്രജൻ ട്രീറ്റ്മെന്റ് ഈസ് ഓൺലി ഹോട്ട് ഫ്ലാഷസ്. ഈവൻ അതിന്റെ ഒപ്പം ഓസ്റ്റിയോപോറോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കഴിക്കാം. പക്ഷെ ഹോട്ട് ഫ്ലാഷസ് ആണ് മെയിൻ ഇൻഡിക്കേഷൻ. അതിന്റെ ഒപ്പം കഴിച്ചാൽ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ഹാർട്ട് അറ്റാക്ക് വരില്ല, ഡയബറ്റീസ് കൺട്രോൾ ആവാൻ നല്ലതാണ്, ബോൺ ഇത് കിട്ടും, അൽസൈമേഴ്സ് പ്രിവെന്റ് ചെയ്യാം. ഒരുപാട് ഗുണങ്ങളുണ്ട് ഹോട്ട് ഫ്ലാഷസ് ഈ ഈസ്ട്രജൻ തെറാപ്പിക്ക്. ബട്ട് ഈ പ്രൈമറി ഇൻഡിക്കേഷൻ വാസോമോട്ടർ സിംറ്റംസ്, അതിന്റെ ഒരു ഭാഗമാണ് ഹോട്ട് ഫ്ലാഷസ്. ഞാൻ പറഞ്ഞ ചെസ്റ്റ് പിടിക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കും, ബോൺ നന്നായിട്ടിരിക്കും. ദാറ്റ് വേ ഇറ്റ് ഇസ് ദർ. പക്ഷെ ഇൻഡിക്കേഷൻ പേർ സെ ഈസ് ഓൺലി ഹോട്ട് ഫ്ലാഷ്. മെനോപോസ് ആയ എല്ലാവരും പ്രൈമറിലി ഈ ഈസ്ട്രജൻ തെറാപ്പി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബിക്കോസ് ഞങ്ങളുടെ സ്റ്റഡിയിൽ ഓൺലി 10% ആർ ഹാവിങ് സിവിയർ വാസോമോട്ടർ സിംറ്റംസ്. ബാക്കി 90%ഉം ഇല്ല. 36%-ൽ 10%-ന് സിവിയർ ആണ്, ബാക്കി 25%-നും മൈൽഡ് സിംറ്റംസേ ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് മാനേജബിൾ ആണ്, അതിന് തെറാപ്പി ആവശ്യമില്ല. ഈവൻ ഫൈറ്റോഎസ്ട്രോജൻസ് ഒക്കെ കഴിച്ചു കൊണ്ടുകൊണ്ടേയിരിക്കാം. പക്ഷെ ഫൈറ്റോഎസ്ട്രോജൻസ് കഴിച്ചിട്ട് പല പേഷ്യൻസിനും നല്ല ഗുണം കിട്ടി അവർ പറയും, ഡോക്ടറെ എന്റെ പേരക്കുട്ടി അതെടുത്ത് കഴിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വരും, ആൺകുട്ടിയൊക്കെ എടുത്ത് കഴിച്ചാൽ എന്താ ചെയ്യുക? ജപ്പാനിൽ എല്ലാവരും ഫൈറ്റോഎസ്ട്രോജൻസ് കഴിക്കുന്നവരാണ്, അവർക്കൊന്നൊരു പ്രശ്നമില്ല. അതാ. പക്ഷെ ഇറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണത്. അവരത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് ചോദിക്കുന്നത് നമ്മളോട്. സോ ഇറ്റ് ഡസ് വർക്ക്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. യെസ്, താങ്ക് യു ഡോക്ടർ. ഒന്നുകൂടി ഇല്ലേ ബസ്? മെനോപോസ് ആയ ഒരു ലേഡി ഏതൊക്കെ മെഡിസിൻ എടുക്കണം? അതുപോലെ മെനോപോസ് തൈറോയിഡിനെ എഫക്ട് ചെയ്യോ? തൈറോയിഡ് കുറവ് വരും. ഇൻഫാക്ട് TSH ലെവൽ 7.5 വരെ നോർമലാണ് മെനോപോസ് കഴിഞ്ഞ പേഷ്യൻസ്. മെനോപോസ് കഴിയാത്തവർക്ക് 4.5 ആണ് നമ്മൾ പറയാം. ബൈ ഇറ്റ് സെൽഫ് മെനോപോസ് ഇസ് ഹൈപ്പോതൈറോയിഡ് കണ്ടീഷൻ കുറച്ച് കൂടുതലാവും. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താ, അതിന്റെ മെനോപോസ് ആയവർ എന്തൊക്കെ മെഡിസിൻ എടുക്കണം? യെസ്, നമ്മുടെ ഡയറ്റ് എങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ ഡയറ്റ് ഇസ് ഡെഫിഷ്യന്റ് ഇൻ കാൽഷ്യം. നമ്മൾ ഈ ഫോറിനേഴ്സിനെ പോലെ ഏത് നേരം ചീസ് കഴിക്കുക, റിച്ച് ആയിട്ടുള്ള പാല് കുടിക്കുക, തൈര് കുടിക്കുക, നമ്മുടെ ഡയറ്റ് അങ്ങനത്തെ അല്ല. നമ്മളൊരു ചോറിന്റെ ആൾക്കാരാണ് മലയാളികളായാലും. വി ആർ കാർബോഹൈഡ്രേറ്റ് പീപ്പിൾ, വി ആർ ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾക്ക് ബേസിക്കലി കാൽഷ്യത്തിന്റെ അളവ് കുറവാണ്. വി ഹാവ് ടു ടേക്ക് കാൽഷ്യം സപ്ലിമെന്റ്സ്. അത് നമുക്ക് കല്ലുണ്ടാക്കില്ല, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കില്ല. ഈ ഇന്റർനെറ്റിൽ പലതും കാണും. അതൊക്കെ തെറ്റാണ്. നമുക്കൊരു 1500 milligram കാൽഷ്യം വേണം. അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡയറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എത്ര കാൽഷ്യം ഉണ്ടെന്ന്. കാൽഷ്യത്തിന് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫുഡ് ഓണാക്കി നെറ്റിൽ നോക്കിയാൽ എത്ര കാൽഷ്യം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ സൗത്ത് ഇന്ത്യൻ ഡയറ്റ് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇറ്റ്സ് അപ് ടു അറൌണ്ട് 800. നോർത്ത് ഇന്ത്യൻ ആയാലും അതെ, ഇറ്റ്സ് ദ സെയിം തിങ്. അവർക്ക് കുറച്ചൊരു ലേശം മാറ്റം ഉണ്ടാവും.
but it is definitely deficient in calcium. Calcium supplement ഞാൻ കഴിക്കുന്നുണ്ട്, എൻ്റെ അമ്മ കഴിക്കുന്നുണ്ട്. We are all taking calcium. ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര, എനിക്ക് കല്ല് വരാറുണ്ട്, ഞാൻ വെള്ളം കുടിക്കാറില്ല, അത് വേറെ കാര്യം. ബട്ട് അതർവൈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് കാൽഷ്യം യു ഡോണ്ട് ഗെറ്റ് എന്താ പറയാ കല്ല്. സോ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. മൈ മദർ ഡസൻ ഗെറ്റ് കല്ല്, ഷീ ഈസ് ടേക്കിംഗ് കാൽഷ്യം. ആൻഡ് അത് കഴിക്കണം. ആൻഡ് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള മരുന്നുകൾ മെനോപോസ് കഴിഞ്ഞതിന്റെ പേരിലൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അൺലെസ് യു ഹാവ് ഹോട്ട് ഫ്ലാഷസ്, അൺലെസ് യു ആർ ക്രൈങ് ഓൾ ദ ടൈം, അൺലെസ് യു ആർ ഇറിറ്റേറ്റഡ് ഓൾ ദ ടൈം ഡ്യൂറിങ് ദ പെരിമെനോപോസ്. ആ സമയത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് കുറച്ച് ആന്റി ഡിപ്രസൻസ് കഴിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എക്സ്പേർട്ട് ഡോക്ടർമാർ, മില്ലി പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ CBD ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെ കുറെ സമയം വേണം. 1/2 മണിക്കൂർ പേഷ്യന്റെ കൂടെ ഇരുന്നിട്ട് ബിഹേവിയർ തെറാപ്പി ഒക്കെ ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിന് സമയവും ഡോക്ടർമാരും ഉണ്ടെങ്കിൽ അവിടെ പോകാവുന്നതാണ്. ഇറ്റ്സ് ഈക്വലി ഗുഡ് ആണ്. CBD is supposed to be equally good as hormone therapies in some cases. ഹലോ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി എടുക്കാനുള്ള സമയം കൊടുക്കാൻ തോന്നുന്നു. One final question അല്ലേ? Final question. No, I am ready to take any number of questions if you have the time. Okay. Can you say more about estrogen therapy? It's called Estrogen therapy comes in 4 method. Estrogen therapy 4 modalities-ലാണ്. യൂട്രസ് ഇല്ലാത്തവർക്ക് പ്ലെയിൻ ഈസ്ട്രജൻ ഗുളികകൾ കഴിക്കാവുന്നതാണ്. യൂട്രസ് ഉള്ളവർക്ക് ഈസ്ട്രജൻ ഗുളികകൾ ഫസ്റ്റ് ഹാഫിൽ ഫുൾ 28 ഡേയ്സ് കഴിച്ചിട്ട് ലാസ്റ്റ് 12 ഡേയ്സിൽ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യണം. അത് സീക്വൻഷ്യൽ തെറാപ്പി. ചില ഗുളികകളിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കണ്ടിന്യൂസ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ ഗുളികകൾ കഴിക്കാം. കാശുള്ള ആൾക്കാർക്ക് ഈസ്ട്രജൻ തെറാപ്പി സ്പ്രേ ആയിട്ടോ ഓയിൻമെന്റ് ആയിട്ടോ അടിക്കാവുന്നതാണ്. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അത് നമ്മുടെ ലിപ്പിഡ് ലെവലിനെ എഫക്ട് ചെയ്യില്ല. ആൻഡ് നല്ല ഇറ്റ്സ് ബെറ്റർ ദാൻ ദ ഓറൽ ട്രീറ്റ്മെന്റ്. പിന്നെ ലോക്കൽ തെറാപ്പി, ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക, ഏത് നേരം മൂത്രമൊഴിക്കാൻ പോവാ, പിടിച്ചാൽ കിട്ടുന്നില്ല, മൂത്രമൊഴിക്കാൻ പോകണം, എപ്പോഴും പോകണം, അങ്ങനത്തെ ആൾക്കാർ, അവിടെ ഏത് നേരം ഇറിറ്റേഷൻ, അവർക്ക് ലോക്കൽ ഈസ്ട്രജൻ തെറാപ്പി കൊടുക്കും. ദാറ്റ് ഈസ് വജൈനൽ ക്രീം. ഈ സ്പ്രേ ക്രീം ലോക്കൽ ആണ്, പക്ഷേ ദാറ്റ് ഈസ് ഫോർ ഹോട്ട് ഫ്ലാഷസ് ആൻഡ് അതർ തിങ്സ്. Vaginal cream is for urinary tract infections and itching and other things that come in that age group. അപ്പൊ അത് രണ്ടും ലോക്കൽ ആണ്, പക്ഷെ രണ്ടും വേറെ വേറെയാണ്. So without uterus, yeah, okay. അപ്പം നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? Now the final session, last but never the least, vote of thanks. എല്ലാവരുടെയും ഉള്ളിൽ എത്രമാത്രം നന്ദി ഉണ്ട് ഇപ്പൊ നമുക്കറിയാം. അത് പക്ഷെ അത് ഒഫീഷ്യലി അത് ബ്രിങ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്പയുടെ ട്രഷറർ, ലേഡീസ് വിങ്ങിന്റെ ട്രഷറർ നബു ഹംസു. ഓവർ ടു യു നബു. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. മെനോപോസ് ഒരു അവസ്ഥ മാത്രമല്ല എന്നും അതൊരു ശാരീരിക മാറ്റമാണെന്നും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടതും അറിവ് പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മെനോപോസും അതിനോടനുബന്ധമായ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ വെബിനാർ സക്സസ്ഫുൾ ആക്കാൻ സഹകരിച്ച മെസ്പ അലുമിനി ചെയർമാൻ അബ്ദുൽ അസീസ് മുല്ലപ്പൂവിനും വളരെ പ്രാധാന്യമേറിയതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതിന് സഹായിച്ച ഞങ്ങളുടെ ബഹുമാന്യരായ ഡോക്ടർ ശോഭന മോഹൻദാസ്, ഡോക്ടർ നിലു മരിയ ആൻഡോ ആൻഡ് ഫൈനലി ഡോക്ടർ സീന സന്തോഷ് എന്നിവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമയം, അറിവ്, സമീപനം, പ്രതിബദ്ധത എന്നിവയ്ക്ക് നന്ദി പറഞ്ഞേ മതിയാവൂ. മെനോപോസുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവും വൈകാരികവുമായ മാറ്റങ്ങളെ കുറിച്ചും അവലംബിക്കേണ്ട പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ വളരെ സുതാര്യമായി അവതരിപ്പിച്ച ഈ സെഷൻ വളരെ വിലപ്പെട്ടതാണ്. അതിലൂടെ പലർക്കും തുറന്ന് സംസാരിക്കാനും സംശയ നിവാരണത്തിനും അവസരം ലഭിച്ചു. ആർത്തവിരാമത്തിന്റെ ശാരീരിക മാനസിക വശങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഉൾക്കാഴ്ചകളും ശാസ്ത്രീയ അവബോധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് എംപവറിംഗ് ആയിരുന്നു. പല സ്ത്രീകളും അനുഭവിക്കുന്ന എന്നാൽ ശബ്ദിക്കാൻ മടിക്കുന്ന യഥാർത്ഥ വികാരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരു സേഫ് സോൺ ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷം. കൂടാതെ ഈ പ്ലാറ്റ്ഫോം മനോഹരമായി കൈകാര്യം ചെയ്ത മെസ്പ അലുമിനി ജോയിന്റ് സെക്രട്ടറിയും ലേഡീസ് വിംഗ് സെക്രട്ടറിയുമായ റസീന അബ്ദുള്ള, മെസ്പ അലുമിനിയുടെ പ്രവർത്തനങ്ങളെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെയും കുറിച്ച് നമ്മോട് വിശദീകരിച്ച ലേഡീസ് വിംഗ് പ്രസിഡന്റ് ബബിത ഷാജി, ഈ ഇവന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തും
ഇൻട്രസ്റ്റിംഗ് ട്രിവിയ അവതരിപ്പിച്ചും ഈ പരിപാടിക്ക് മാറ്റുകൂട്ടിയ ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ബാസില ഷെരീഫിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇത്രയും ആവേശത്തോടെയും തുറന്ന മനസ്സോടെയും ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി. നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഇടപെടലുകളും ചർച്ചകളെ കൂടുതൽ സമ്പന്നമാക്കാൻ സഹായിച്ചു. ഇത് ഈ ചർച്ചയുടെ അവസാനമാകരുത്. കൂടുതൽ തുറന്ന ചർച്ചകൾക്കും മികച്ച പരിരക്ഷകൾക്കും പൊതുവെ സ്ത്രീകളുടെ ആരോഗ്യത്തെയും കുറിച്ചുള്ള തുടർച്ചയായ അവബോധത്തിനും തുടക്കമാവട്ടെ. മെസ്പാലിമയുടെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസാനം വരെ ഓഡിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഭയങ്കര ഒരു സംഭവമാണ്. താങ്ക് യു ഫോർ ഓർഗനൈസിങ് ഇറ്റ് സോ വെൽ. താങ്ക് യു ഡോക്ടർ. വിൽ മീറ്റ് അഗൈൻ. ഞങ്ങൾക്ക് ഇനിയും വേണം 3 പേരുടെയും സഹകരണം. ഡോക്ടർ ശോഭന മോഹൻദാസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്നും വരും ആള്. Thanks for the lovely compliments. I wish it was true. Thank you. അതുപോലെ Thank you so much. ഡോക്ടർ മിലുവിന് ഐ തിങ്ക് 25th വേറൊരു സെമിനാർ ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊടുന്നതാണ്. My God. She was very good. All of them. ഓക്കെ, ഡോക്ടർ ശോഭന, ഡോക്ടർ സന്ധ്യ പ്രത്യേക അന്വേഷണം നേരിട്ട് പറയണം. Okay, thank you സന്ധ്യ. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഇവിടെ ഇല്ല അല്ലേ? ഞങ്ങളുടെ ഒരു ബന്ധുവാണ് സന്ധ്യ. ഡാൻസ് ഒക്കെ ചെയ്യും. ആൻഡ് ഷീ ഈസ് വെരി ഗുഡ്. ഭയങ്കര തീസിസ് ഒക്കെ എഴുതുന്ന ആളാണ്. ആണ് അക്കാഡമീഷ്യനുമാണ്, അതേസമയം തന്നെ ഡാൻസറാണ്, മൾട്ടി ടാലന്റഡ് റൈറ്റർ ആണ്. മൾട്ടി ടാലന്റഡ് ആണ്. വെരി വെരി നൈസ്. എങ്ങനെയാ അറിയുന്നത്? എന്റെ ടീച്ചറാണ്. അതെയോ? ഞങ്ങൾക്ക് സബ്സിഡിയറി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ടീച്ചർ ഞാൻ പിന്നെ കൊളീഗ് ആയിരുന്നു. പ്രചോദിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചർ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. ആണോ? That's nice. Okay. പിന്നെ ഡോക്ടർ മിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ആക്റ്റീവാ. there is no time. എനർജി ആണല്ലേ? പറന്ന് നടക്കുക. സമയത്ത് പറക്കാൻ നല്ലത്. ഇൻസ്പയറിംഗ് എനർജിയാണ്. മറ്റുള്ളവർക്ക് പ്രകടന എനർജി അല്ല, ഡോക്ടർ ശോഭനയുടെ ഒക്കെ എനർജിയുടെ അടുത്തൊന്നും എത്തില്ല എനിക്ക് തോന്നുന്നു. കണ്ടപ്പോ തന്നെ നമുക്ക് Oh my God, I think you are more energetic. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ സീന Good പോയോ? night. Shall I leave? Bye. Yeah. Thank you. Okay, thank you everyone. Bye. Good night. ഡോക്ടർ സീന ബൈ ബൈ. താങ്ക് യു സോ മച്ച്. കാണാം. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. താങ്ക് യു. ബൈ. അപ്പൊ എല്ലാവരോടും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്. അടിപൊളി. അതിന് പുറമെ റസീന ഒന്നും പറയില്ല.